നമസ്കാരം. എഡ്യൂസോണിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളത് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള ഋതുയോഗമാണ്. ഓക്കെ, അപ്പോൾ ഋതുയോഗം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പാഠത്തെക്കുറിച്ച് നമ്മൾ അധികമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ, അതിന് മുന്നേ നിങ്ങളെ ടെക്സ്റ്റ് തന്നെ ഒരു സംഗ്രഹം കൊടുത്തിട്ടുണ്ട് പാഠത്തിന്. അപ്പം അതിലേക്ക് ഞാൻ പോകുന്നില്ല, അത് നിങ്ങൾ സ്വയം വായിച്ചു നോക്കുക. ഞാൻ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വിശദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞുതരാം, അത് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഭാഗം ഒന്ന് വായിച്ചോ, അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ എന്ത് ചെയ്യുക മനസ്സിലാവും. അപ്പോൾ പാഠം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഈ ഋതുയോഗം എന്ന ഈ പാഠഭാഗം ഇത് എന്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, ആരാണ് എഴുതിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഋതുയോഗം എന്ന് പറയുന്ന പാഠഭാഗം എടുത്തിട്ടുള്ളത് നമ്മൾ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന കാളിദാസന്റെ നാടകത്തിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന കാളിദാസന്റെ നാടകത്തിൽ. കാളിദാസനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിക്രമാദിത്യ മഹാരാജാവിന്റെ സദസ്യനായിരുന്നു കാളിദാസൻ, നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ വിക്രമാദിത്യ മഹാരാജാവിന്റെ സദസ്യനായിരുന്ന പ്രശസ്ത കവിയായിരുന്ന കാളിദാസന്റെ, കവിയും സാഹിത്യകാരനും നാടകകൃത്തുമായിരുന്ന കാളിദാസന്റെ വിശ്വവിഖ്യാതമായ നാടകമാണ് അഭിജ്ഞാന ശാകുന്തളം. ഇനി ഇതിലൊരു വരുന്നൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഈ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന നാടകം, അല്ലെങ്കിൽ ശകുന്തള എന്ന കഥാപാത്രം, അല്ലെങ്കിൽ ദുഷ്യന്തൻ എന്ന കഥാപാത്രങ്ങളൊക്കെ സൃഷ്ടിച്ചത് കാളിദാസൻ അല്ല. ശരിക്കും ഇതിനൊരു മൂലകഥയുണ്ട്. മൂലകഥ എന്ന് വെച്ചാൽ ഒരു അടിസ്ഥാന ഒരു കഥയുണ്ട്. അത് ശരിക്കും വരുന്നത് മഹാഭാരതത്തിലാണ്. മഹാഭാരതത്തിൽ ശകുന്തള ഉപാഖ്യാനം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിൽ നിന്നാണ് കാളിദാസൻ ഈ ഒരു ഭാഗം എന്ത് ചെയ്തത്, അല്ലെങ്കിൽ തൻ്റെ നാടകത്തിന് ആവശ്യമായിട്ടുള്ള സന്ദർഭം കടമെടുത്തത്. പക്ഷേ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന നാടകമാണ് ലോക പ്രശസ്തമായി തീർന്നത്. അതിന് കാരണം കാളിദാസൻ അതിൽ കൊണ്ടുവന്നിട്ടുള്ള നാടകീയമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ്. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് ആ മുദ്രമോതിരമൊക്കെ പറയാം. മുദ്രമോതിരം, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കഥ പറയുമ്പോൾ പറഞ്ഞുതരാം. മുദ്രമോതിരം, ഈ അനസൂയ പ്രിയമത പോലുള്ള, അതൊക്കെ തന്നെ ഈ തുർവാസാവ് വരുന്നത്, തുർവാസാവിന്റെ ശാപം തുടങ്ങിയിട്ടുള്ളതൊക്കെ ആരുടെ കൂട്ടിച്ചേർക്കലുകളാണ്? കാളിദാസന്റെ കൂട്ടിച്ചേർക്കലുകളാണ്. അപ്പോൾ കാളിദാസനാണ് ഈ നാടകത്തെ ലോകത്തിന് മുന്നിൽ എന്ത് ചെയ്തത്, പ്രശസ്തമാക്കി തീർത്തത്. അതുകൊണ്ടാണ് ആ അഭിജ്ഞാന ശാകുന്തളം നാടകം കാളിദാസന്റെ പേരിൽ തന്നെയാണെങ്കിൽ ഈ ഒരു കഥാപാത്രം കാളിദാസന്റെ പേരിൽ തന്നെയാണ് എന്ത് ഏറ്റവും കൂടുതൽ പ്രസക്തമായി തീർന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പഠിക്കുന്നതിന് മുമ്പ് അതിന്റെ ആ കഥയിലേക്ക് ഞാൻ വരാം. നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ശരിക്കും ഇതിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ മൂലകഥ എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ ശകുന്തളോപാഖ്യാനമാണ്. അതിൽ നിന്നും കാളിദാസൻ എഴുതിയ നാടകമാണ് എന്ത്, അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന നാടകം. ഇനി നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന ഈ ഭാഗം ഇതിന്റെ മലയാള വിവർത്തനമാണ്. AR രാജരാജവർമ്മ എഴുതിയ മലയാളം ശാകുന്തളം എന്ന് പറയുന്ന മലയാളം വിവർത്തനമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിൽ പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. കാളിദാസൻ എഴുതിയിരുന്ന ഭാഷ മലയാളമല്ല, നമുക്കത് മലയാളത്തിലേക്ക് AR രാജരാജവർമ്മ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിന്റെ 7ാം അംഗം, അവസാന ഭാഗമാണ്, 7ാം അംഗമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ പഠിക്കാൻ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി 7ാം അംഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിന്റെ മുന്നിലുള്ള കഥ നിങ്ങൾ അറിയണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ പാഠത്തിലേക്ക് എത്താൻ പറ്റൂ. വിശ്വാമിത്ര മഹർഷിയുടെയും അതുപോലെ തന്നെ മേനക എന്ന അപ്സരസ്ത്രീയുടെയും മകളാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ശകുന്തള. വിശ്വാമിത്ര മഹർഷിയുടെയും അതുപോലെ മേനകയുടെയും മകളാണ് ശകുന്തള. ഇവരെ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാമിത്രനും അല്ലെങ്കിൽ മേനക എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ ഉപേക്ഷിക്കുകയും അതൊക്കെ തന്നെ കണ്ണു മഹർഷിയാണ് എന്ത് ചെയ്യുന്നത്, ശകുന്തള പിന്നീട് വളർത്തുന്നത്. ശകുന്തളയെ വളർത്തുന്നത് കണ്ണു മഹർഷിയാണ്. ആശ്രമത്തിലാണ് വരുന്നത്. അങ്ങനെ യാദൃശ്യ ഒരു ദിവസം ശകുന്തള ദുഷ്യന്തനെ കാണാൻ ഇടയാവുകയും അവര് കണ്ട മാത്രയിൽ തന്നെ പ്രേമബദ്ധരാവുകയും അവരെ വെച്ച് അവർ ഗാന്ധർവ വിവാഹം ചെയ്യുന്നു. ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിക്കുകയും ചെയ്യും. അങ്ങനെ അവിടെ വെച്ച് അവർ ഒന്നായി തീരുകയും പിന്നീട് തന്നെ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുക, നമുക്കൊരു കുഞ്ഞ് പിറകുകയാണെങ്കിൽ ആ കുഞ്ഞിനെ രാജാവാക്കാന്നൊക്കെ ഉറപ്പ് നൽകിയിട്ട് രാജാവ് എന്തുകൊണ്ട് അവിടെ നിന്ന് ദുഷ്യന്ത മഹാരാജാവ് അവിടെ നിന്ന് പോകുന്നുണ്ട്, മടങ്ങി പോകുന്നുണ്ട്. അപ്പോൾ കുറെ കാലം കഴിഞ്ഞു. ഈ നമ്മുടെ ശകുന്തള ദുഷ്യന്തനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഈ കണ്ണു ആശ്രമത്തിലേക്ക് ദുർവാസാവ് യാദൃശ്യമായി കടന്നു വരികയും ആ ഒരു സമയത്ത് ഈ നമ്മൾ ശകുന്തള ദുഷ്യന്തനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ദുർവാസാവ് വന്നത് ആര് അറിഞ്ഞിരുന്നില്ല, ശകുന്തള അറിഞ്ഞിരുന്നില്ല. തന്നെ സ്വീകരിക്കാത്ത, അല്ലെങ്കിൽ ആദിത്യ മര്യാദയോടെ തന്നെ സ്വീകരിക്കാത്തത് കൊണ്ട് ശകുന്തളയെ ദുർവാസാവ് ശപിക്കുന്നുണ്ട്. ക്ഷിപ്രകോപിയാണ് ദുർവാസാവ്, ശപിക്കുന്നുണ്ട്. നീ ആരെയാണോ ചിന്തിച്ചിരിക്കുന്നത് അയാളെ നീ എന്ത് ചെയ്യട്ടെ, മറന്നു പോകട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ശകുന്തള കാലിൽ വീണ് അപേക്ഷിക്കും, എനിക്ക് മാപ്പാവേ തരണം എന്ന് പറയും. അദ്ദേഹം നിനക്ക് എന്തെങ്കിലും സമ്മാനിച്ചു നോക്കുമ്പോൾ മുദ്രമോതിരമുണ്ട്. ആ മുദ്രമോതിരം നീ അദ്ദേഹത്തെ കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിലപ്പെട്ട ചന്തം നീ അദ്ദേഹത്തെ കാണിക്കുകയാണെങ്കിൽ അദ്ദേഹം നിന്നെ എന്ത് ചെയ്യും, ഓർക്കുമെന്ന് ശവമോക്ഷം എന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. വളരെ കാലം കഴിയുന്നുണ്ട്. നമ്മുടെ ഈ ഒരു
കഥാപാത്രം അല്ലെങ്കിൽ ശകുന്തല കഥാപാത്രം ഗർഭിണിയാവുന്നുണ്ട്. അപ്പോൾ കണ്ണ മഹർഷി അവൾ എന്ത് ചെയ്യുന്നു, രാജകൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. തീർച്ചയായും പ്രസവിക്കുമ്പോൾ കുഞ്ഞ് അവിടെ രാജകൊട്ടാരത്തിൽ വളരേണ്ടത്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷേ ആ ശാപം അവിടെ ഫലിക്കുകയാണ്. കാരണം പോകുന്ന വഴിക്ക് ഈ മുദ്രമോതിരം എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്ന വഴി കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിക്ക് ഈ മുദ്രമോതിരം ഒരു കുളത്തിൽ വീഴുകയും അതൊരു മത്സ്യം വീഴുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നീട് മോതിരമില്ലാതെയാണ് ശകുന്തള എന്ത് ചെയ്യുന്നത്, കൊട്ടാരത്തിൽ ചെല്ലുന്നത്. ശാപം നിമിത്തം രാജാവ് അവളെ ഓർക്കുന്നില്ല. കൊട്ടാരത്തിൽ വെച്ച് അവള് അപമാനിതയാകുന്നു. അപമാനിതയായിട്ട് അവൾ തിരിച്ച് കണ്വാശ്രമത്തിലേക്ക് മടങ്ങി പോകാതെ അവിടെ നിൽക്കുന്ന ഈ ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ ശകുന്തളയെ അമ്മയായ മേനക എന്ത് ചെയ്യുന്നുണ്ട്, മാരീചാശ്രമത്തിൽ കൊണ്ടാക്കുന്നുണ്ട്. ആ മാരീചാശ്രമത്തിൽ വെച്ച് അവിടെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. ആ കുഞ്ഞാണ് സർവദമനൻ. ഓക്കെ, ആ കുട്ടിയെ കുറിച്ചാണ് ഈ പാഠം നമ്മൾ തുടക്കം മുതൽ പഠിച്ചു വരുന്നത്. അപ്പോൾ സർവദമനൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ജനിക്കുകയാണ്. സർവദമനൻ മാരീചാശ്രമത്തിലാണ് വളരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വരുന്ന സന്ദർഭം എന്ന് വെച്ചാൽ ദുഷ്യന്തൻ പിന്നീട് ആ മോതിരം ദുഷ്യന്തന്റെ കൊട്ടാരത്തെത്തി, അതായത് ആ മത്സ്യത്തെ കൊട്ടാരത്തിൽ വെച്ച് മുറിക്കുന്ന സമയത്ത് ആ മോതിരം കിട്ടുകയും ആ മോതിരം കാണുമ്പോൾ ദുഷ്യന്തൻ എന്ത് ചെയ്യുന്നുണ്ട്, തന്റെ ഭാര്യയെ ഓർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട്, തന്റെ ഭാര്യയെ അപമാനിച്ചിട്ടത്. കാരണം അദ്ദേഹത്തിന് ശാപത്തെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെയധികം വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരെ തിരക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവരെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരിക്കൽ വളരെ നാളുകൾക്ക് ശേഷം ദേവലോകത്ത് ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ദേവന്മാരെ സഹായിക്കാൻ വേണ്ടിയാണ് ദുഷ്യന്തൻ പോകുന്നത്. യുദ്ധാവസാനം ദേവേന്ദ്രന്റെ മാതാപിതാക്കളായ മാരീചനെയും ദാക്ഷായണിയെയും അല്ലെങ്കിൽ അതിഥിയെയും, ദാക്ഷായണി മറ്റേ പേരാണ് അതിഥി, അത് നമ്മളെ പാഠത്തെ അവസാനം പറയുന്നുണ്ട്. ദാക്ഷായണിയെയും അതിഥിയും കാണാൻ വേണ്ടി, അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി അദ്ദേഹം മാരീചാശ്രമത്തിൽ എത്തുകയും അവിടെ വെച്ച് അദ്ദേഹം തന്റെ മകനെയും ഭാര്യയും കാണുന്നതാണ് സന്ദർഭം. അതാണ് നമ്മൾ പഠിക്കേണ്ട സന്ദർഭം. അപ്പൊ അവസാനം അവർ ഒത്തുചേരുന്നതോടെയാണ് ഈ നാടകം എന്ത് ചെയ്യുന്നത്, അവസാനിക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന ഭാഗം. അതിനു മുന്നേ നിങ്ങൾക്ക് ഇവിടെ അതിന്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കാളിദാസന്റെ കൃതികളിലെ നാടകീയത, ആ നാടകീയ മുഹൂർത്തങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പാഠം പഠിക്കുന്നത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് വരാം. ഇത് നാടകമായതുകൊണ്ടാണ് കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ പ്രത്യേകം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അണിയറയിൽ അരുതുണ്ണി ചാബല്യം കാണിക്കരുത്, ജാതി സ്വഭാവം വന്നു പോകുന്നുവല്ലോ. രാജാവ് കേട്ടതായി നടിച്ച്, ഇവിടെ അഭിനയം വരുന്നതല്ല, പിന്നെ ആരെയാണ് നിരോധിക്കുന്നത്? ശബ്ദം അനുസരിച്ച് നോക്കിയിട്ട് ഏതാണ് ഈ ബാലൻ? പിന്തുടരുന്ന താപസിമാരെ ഒട്ടും വകവയ്ക്കുന്നില്ല ഇവനാകട്ടെ. അതായത് അരുതുണ്ണി ചാബല്യം കാണിക്കരുത്. രാജാവ് ആ ആശ്രമത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ആദ്യം കേൾക്കുന്ന വാക്കിനാണ് അരുതുണ്ണി നീ വികൃതി കാണിക്കരുത്. രാജാവ് അന്തം വിട്ടു പോകും. കാരണം ഒരിക്കലും ഒരു ആശ്രമത്തിൽ അല്ലെങ്കിൽ ഒരു ഋഷിപാലകൻ ഒരിക്കലും എന്തില്ല അവിടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ, ഇത്തരത്തിലുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയില്ല. കാരണം ആശ്രമം എപ്പോഴും ശാന്തമായിട്ടുള്ള, സൗമ്യരായിട്ടുള്ള, എപ്പോഴും നിശബ്ദമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും ആശ്രമം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഇങ്ങനെ ഒരു ശബ്ദം, അതായത് നീ വികൃതി കാണിക്കരുത്, നീ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുതെന്ന് ഒരാൾ മറ്റൊരാൾ ഉപദേശിക്കുന്നു. അപ്പൊ രാജാവ് തന്നെ ഇതെന്താ ഇങ്ങനെ? അപ്പൊ രാജാവ് കേട്ടതായി നടിച്ച്, ഇവിടെ അഭിനയം വരുന്നതല്ല, പിന്നെ ആരെയാണ് നിരോധിക്കുന്നത്? ഏതാണ് ഈ ബാലൻ? പിന്തുടരുന്ന താപസിമാരെ ഒട്ടും വകവയ്ക്കുന്നില്ല. അല്ലെ, ഒരിക്കലും ഒരു ഋഷിബാലൻ അല്ലെങ്കിൽ മഹർഷിബാലൻ ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ടില്ല. പിന്നെ ആരാണ് ഈ കുട്ടി? ഇനി ആ കുട്ടിയെ കുറിച്ച് പറയുന്ന പ്രകാരമാണ്, മുലപാതി കുടിച്ചു നിൽക്കവേ ഇളരോമങ്ങൾ പിടിച്ചു വെച്ചതാ, ബലമോട് വലിച്ചിടുന്നതേ കളിയാടാനൊരു സിംഹബാലനെ. മുലപാതി കുടിച്ചു നിൽക്കവേ ഇളരോമങ്ങൾ വലിച്ചു വെച്ച, ഇളരോമം വെച്ചാൽ കഴുത്തിലെ രോമം, അതായത് പാല് കുടിച്ചുകൊണ്ടിരുന്ന സിംഹക്കുട്ടിയുടെ, അതായത് അമ്മയുടെ പാല് കുടിച്ചുകൊണ്ടിരുന്ന സിംഹക്കുട്ടിയുടെ കഴുത്തിലെ രോമങ്ങൾ പിടിച്ച് വലിക്കുകയാണ് ആര്? ഈ കുട്ടി. ബലമോട് വലിച്ചിടുന്നത് കളിയാടാനൊരു സിംഹബാലൻ. തന്നോടൊപ്പം കളിക്കാൻ വേണ്ടി ആ അമ്മയുടെ പാല് കുടിച്ചുകൊണ്ടിരുന്ന ആ സിംഹക്കുട്ടിയുടെ കഴുത്തിൽ പിടിച്ച് എന്ത് ചെയ്യുന്നു? വലിക്കുകയാണ് ഈ കുട്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ബാലൻ ചെയ്യുന്നത്. മേൽ പറഞ്ഞ പ്രകാരം ബാലനും താപസിമാരും പ്രവേശിക്കുന്നു. ബാലൻ, വായ് പൊളിക്കൂ സിംഹക്കുട്ടി, നിന്റെ പല്ല് ഞാൻ എണ്ണട്ടെ. ഒന്നാം താപസി, ചണ്ടിത്തരം കാണിക്കരുത്, ഞങ്ങൾ മക്കളെ പോലെ വളർത്തുന്ന മൃഗങ്ങളെ ഉപദ്രവിക്കുന്നു, നിന്റെ തുനിവ് കുറെ കൂടി പോകുന്നു. സർവദമനൻ എന്ന് മഹർഷിമാർ നിനക്ക് പേരിട്ടത് ശരി തന്നെ. ചണ്ടിത്തരം കാണിക്കരുത് എന്ന് വെച്ചാൽ വികൃതരം, നീ ഇങ്ങനത്തെ വികൃതരം കാണിക്കരുത്, നമ്മൾ മക്കളെ പോലെ വളർത്തുന്ന ഈ മൃഗങ്ങളെ നീ ഉപദ്രവിക്കരുത്. നിന്റെ അഹങ്കാരം, തുനിവ് എന്ന് വെച്ചാൽ കുസൃതി, കുസൃതി കുറെ കൂടി പോകുന്നുണ്ട്. സർവദമനൻ, സർവദമനൻ എന്ന വാക്കിനർത്ഥം എല്ലാം അടക്കുന്നവൻ എന്ന് നിനക്ക് പേരിട്ടത് വളരെയധികം ശരി തന്നെയാണ്. രാജാവ്, എനിക്ക് ഈ ബാലനെ കണ്ടിട്ട് എന്താണ് ഈ ബാലനെ കണ്ടിട്ട് എനിക്ക് സ്വന്തം പുത്രനെ പോലെ സ്നേഹം തോന്നുന്നത്? പുത്രനില്ലായ്മ കൊണ്ട് തന്നെ ആയിരിക്കാം. അപ്പൊ രാജാവിന് ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ എന്തുകൊണ്ട് അവനോടൊരു സ്നേഹം തോന്നുന്നുണ്ട്. ഒരുപക്ഷെ തനിക്ക് മക്കളില്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നതെന്ന് അദ്ദേഹം കരുതുന്നു. രണ്ടാം താപസി, സർവദമന, നീ ഈ സിംഹക്കുട്ടിയെ വിട്ടില്ലെങ്കിൽ അതിന്റെ തള്ള നിന്റെ നേരെ ചാടി വീഴുമേ. ബാലൻ പുഞ്ചിരിയിട്ട്,
അബ്ബ വലിയ പേടി തന്നെ ചുണ്ടു പിളർത്തി കാണിക്കുന്നു. അപ്പൊ രണ്ടാം താമസം പറയുന്നുണ്ട്, സർവ്വതോമന നീ ഈ സിംഹക്കുട്ടിയെ വിടുക, അല്ലെങ്കിൽ അതിന്റെ തള്ള എന്ത് ചെയ്യുന്നു, ഉപദ്രവിക്കും. പക്ഷെ ആ കുഞ്ഞിന് അത് കേട്ടൊന്നും പേടിയില്ല. അവൻ പറഞ്ഞ് ഇത് കേട്ട് എനിക്ക് ഭയങ്കര പേടിയെന്ന് പരിഹാസപൂർവ്വം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ചുണ്ടു പിളർത്തി കാണിച്ചു. രാജാവ് ആ കുട്ടിയുടെ ആ ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയുന്ന ഒരു ശ്ലോകം അവിടെ പറയുന്നുണ്ട്. എരിയാൻ വിറകിന് കാത്തിലും പൊരിയായുള്ളൊരു ഹവ്യവാഹന് ശരിയായി നിനച്ചിടുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു വീരബാലനെ. എരിയാൻ വിറകിന് കാത്തിലും, എരിയാൻ വിറകെന്ന് വെച്ചാൽ കത്താൻ നിൽക്കുന്ന, അല്ലെങ്കിൽ കത്താൻ വിറകിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഹവ്യവാഹൻ, പൊരിയായുള്ള ഹവ്യവാഹൻ. ഹവ്യവാഹൻ വെച്ചാൽ തീ, പൊരി വെച്ച കഷ്ണം. അതായത് ഈ തീ കഷ്ണം കാത്തു നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വിറക് വരാൻ വേണ്ടിയിട്ടാണ്. വിറക് വന്നാലുടനെ തീ കഷ്ണം എന്ത് ചെയ്യും, അത് തീയായിട്ട് ആളി കത്തും അല്ലെ. അതുപോലെയാണ് ആ കുട്ടിയുടെ പ്രവൃത്തിയും. അതായത് ഊർജ്ജസ്വലനായിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ കത്താൻ വിറകിന് വേണ്ടി കാത്തു നിൽക്കുന്ന തീപ്പുരിയെ പോലെയാണ് രാജാവിന് എന്ത് ചെയ്യുന്നത്, അനുഭവപ്പെടുന്നത്. ഒരിക്കലും ഒരു ഋഷിപാലൻ അങ്ങനെ എപ്പോഴും ഇത്തരത്തിലുള്ള കുസൃതിയും മറ്റും ചെയ്യുന്നതല്ല. അപ്പൊ ഈ കുട്ടിയെ കണ്ടിട്ട് രാജാവിന് വളരെ അധികം എന്ത് ചെയ്യുന്നുണ്ട്, കൗതുകവും അതൊക്കെ തന്നെ സംശയമൊക്കെ തോന്നുന്നുണ്ട്. ഒന്നാം താപസി, കുഞ്ഞെ ഈ സിംഹക്കുട്ടിയെ വിട്ടേക്കൂ, നിനക്ക് കളിക്കാൻ വേറെ ഒന്ന് തരാം. താപസി പറയുന്നുണ്ട്, നീ ആ സിംഹക്കുട്ടിയെ വിട്ടു കഴിഞ്ഞാൽ നിനക്ക് മറ്റൊരു കളിപ്പാട്ടം തരാമെന്ന് പറഞ്ഞു. ബാലൻ എവിടെ തരൂ എന്ന് പറഞ്ഞ് അവൻ കൈ നീട്ടി കാണിക്കുക, എനിക്കെങ്കിലും ആ കളിപ്പാട്ടം തരാൻ പറയുന്നു. രാജാവ് നോക്കിയിട്ട് ആശ്ചര്യത്തോടെ, എന്ത് ഇവന്റെ കയ്യിൽ ചക്രവർത്തി ലക്ഷണവും കാണുന്നുണ്ടല്ലോ ഇവനാകട്ടെ. അപ്പോൾ നാടകീയമായ മുഹൂർത്തങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു, അതിൽ ഒന്നാമത്തെ സന്ദർഭമാണ് ഇത്. ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഒരു പുത്രനെ പോലെ അദ്ദേഹം അനുഭവപ്പെട്ടു. പിന്നീട് അവൻ ആ കുട്ടി അതായത് ആ സമ്മാനം വാങ്ങിക്കുകയാണെങ്കിൽ കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ ആ കയ്യിൽ ചക്രവർത്തി ലക്ഷണം. എന്താണ് ചക്രവർത്തി ലക്ഷണം എന്ന് അടുത്ത വരികളിൽ പറയുന്നുണ്ട്. ആ കുട്ടിയുടെ കൈകളെ കുറിച്ചാണ് പറയുന്നത്. കളിക്കോപ്പേൽക്കാനായി കുതുകമോട് നീട്ടിയിടിന കരം വിളക്കി ചേർത്തോണം വിരൽ നിര ഞെരുങ്ങി തുടങ്ങിയാൽ വിളങ്ങുന്നൊരാകാം വൃഷമെഴുമുഷസിൽ ദലകുലം തെളിഞ്ഞീടാതൊന്നായി പിടരുമൊരു തണ്ടാർ മലർപോൾ. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്ന പ്രകാരമാണ്, കളിക്കോപ്പേൽക്കാനായി കുതുകമോട് നീട്ടിയിടിന കരം. അതായത് കളിപ്പാട്ടം വാങ്ങിക്കാനായി കൗതുകത്തോടെ അവൻ കൈകൾ നീട്ടിയപ്പോൾ ആ കയ്യിൽ കണ്ടത് വിളക്കി ചേർത്തോണം വിരൽ നിര. രാജകീയ ലക്ഷണം അതാണ്. ഈ വിരൽ നിരകൾ എന്ത് ചെയ്യും, ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ അതിനകത്ത് എന്ത് ചെയ്യില്ല, സുഷിരങ്ങൾ കാണത്തില്ല. നമ്മൾ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ചെയ്യും, ആ ഒരു വിടവ് കാണിക്കാം. പക്ഷേ ക്ഷത്രിയ ലക്ഷം അനുസരിച്ച്, അല്ലെങ്കിൽ യോദ്ധാവിന്റെ ലക്ഷം അനുസരിച്ച് ആ കൈകളിൽ എന്തില്ല, വിടവ് കാണില്ല. ആ കുട്ടികളുടെ കയ്യിൽ എന്തില്ലായിരുന്നു, വിടവില്ലായിരുന്നു. അത് വിളക്കി ചേർക്കുക. വിളക്കി ചേർക്കുക എന്ന് വെച്ചാൽ കൂട്ടിച്ചേർത്ത് പിടിച്ചതുപോലെയാണ് കാണപ്പെട്ടത്. അതാണ് വിളക്കി ചേർക്കുക. വിരൽ നിര ഞെരുങ്ങി തുടങ്ങിയാൽ വിളങ്ങുന്നു രാഗം വൃഷമെഴുമുഷസിൽ ദലകുലം. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഉദയസൂര്യന്റെ പ്രഭാതത്തിന്റെ കിരണങ്ങളേറ്റ് വിടരാൻ നിൽക്കുന്ന തണ്ടാർ മലർപോൾ. തണ്ടാർ മലർ വെച്ചാൽ താമരപ്പൂ. താമരപ്പൂവല്ല, ആ മൊട്ടിൽ നിന്നും അത് വിരിയുന്നൊരു അവസ്ഥയുണ്ടല്ലോ. ആ വിരിയുന്ന സമയത്ത് ഇതളുകളെല്ലാം കൂടിയേ നിൽക്കുന്നത്. വിരിഞ്ഞു കഴിയുമ്പോൾ ഇതളുകൾ എന്ത് ചെയ്യും, അകന്നു പോകും. പക്ഷെ വിരിയുന്നതിന് തൊട്ട് ആ മൊട്ടിൽ നിന്നും അതിങ്ങനെ വിരിയാനായിട്ട് നിൽക്കില്ലേ, സൂര്യപ്രകാശം നിൽക്കുമ്പോൾ ആ ഒരു സാധനം. അതായത് എല്ലാ ഇതളുകളും ചേർന്ന് നിൽക്കുന്ന ആ താമരയുടെ പൂ പോലെയാണ് ആ കുട്ടിയുടെ കൈ. വെച്ചാൽ എല്ലാം കൈ വിരലുകൾ എന്ത് ചെയ്യുന്നു, ചേർന്നിരിക്കുന്നത്. ഉരുക്കി ചേർത്തതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, അതങ്ങനെ ചേർന്ന് തന്നെ ഇരിക്കുന്നുണ്ട്. അത് ചക്രവർത്തി ലക്ഷണമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നാടകീയമായ മുഹൂർത്തങ്ങളിലൂടെയാണ് കാളിദാസൻ ഇത് തന്റെ മകനാണ് ദുഷ്യന്തനെ കൊണ്ട് തിരിച്ചറിയിപ്പിക്കുന്നത്. തന്റെ ഭാര്യയെ തിരിച്ചറിയുന്നത് ഇത്തരത്തിലുള്ള രസകരമായ മുഹൂർത്തങ്ങളിലൂടെയാണ്. അതൊക്കെ വരുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിന്റെ മൊത്തത്തിലുള്ള ആശയം ഞാൻ ഒന്നുകൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓർക്കുക, ഇതിന്റെ മൂലകഥ എന്ന് പറയുന്നത് അഭിജ്ഞാന, അല്ലെങ്കിൽ കാളിദാസൻ എഴുതിയ അഭിജ്ഞാന ശാകുന്തളത്തിന്റെ മൂലകഥ എന്ന് പറയുന്നത് മഹാഭാരതത്തിന്റെ ശകുന്തളോപാഖ്യാനമാണ്. നമ്മൾ ഈ പഠിക്കുന്നത് ഇതിന്റെ മലയാള വിവർത്തനം. AR രാജരാജവർമ്മ എഴുതിയ മലയാള വിവർത്തനമാണ് നമ്മൾ പഠിക്കുന്നത്. അത്യന്തം നാടകീയമായ മുഹൂർത്തങ്ങളോടെയാണ് ഈ നാടകം, അല്ലെങ്കിൽ ഈ ശരിക്കും ഇത് എന്തിനാണ്, നാടകം തന്നെയാണ്. നാടകം എന്ത് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എന്താണ് ഈ നാടകീയത എന്ന വാക്ക്, ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നാടകീയത എന്ന വാക്കിന് വളരെയധികം പ്രസക്തിയുണ്ട്. നമ്മൾ മുൻ വർഷത്തെ പരീക്ഷാ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നാടകീയത എന്ന വാക്ക് സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതുമാണ്. അപ്പൊ എന്താണ് ഈ നാടകീയത? അത് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു സിനിമ കാണുന്നു, അല്ലെങ്കിൽ നമ്മളൊരു സീരിയൽ കാണുന്നു, അതല്ലെങ്കിൽ നമ്മളൊരു പുസ്തകം വായിക്കുന്നു. ഇതിലേക്ക് പ്രേക്ഷകനെ അല്ലെങ്കിൽ ആസ്വാദകനെ, വായനക്കാരനെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ കൊണ്ടുവരും. അതായത് നമ്മൾ സസ്പെൻസ് എന്നൊക്കെ പറയുന്നത് പോലെ എന്ന് വെച്ചാൽ ആ പ്രേക്ഷകൻ അത് കണ്ടിട്ട് എന്ത് ചെയ്യും, രസിക്കണം, അത് ആവേശത്തോടെ കണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള സന്ദർഭങ്ങളും മുഹൂർത്തങ്ങളും എന്ത് ചെയ്യും, കൊണ്ടുവരും. എങ്കിലും അതെന്ത് ചെയ്യും, കൂടുതൽ ആ താല്പര്യത്തിലുള്ള ആൾക്കാർ വായിക്കും, അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള മുഹൂർത്തങ്ങളെയാണ് നമുക്ക് ചുരുക്കി ഒരു നാടകീയ മുഹൂർത്തങ്ങൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള സന്ദർഭങ്ങൾ കൊണ്ടുവരും. ഓക്കെ, അപ്പൊ അത്യന്തം നാടകീയമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഈ കഥ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പാഠഭാഗം മുന്നോട്ട് പോകുന്നത്. അതെന്താണ് ഞാൻ തുടക്കമോ പറഞ്ഞു. ബാക്കി ഒരുപാട് നാടകീയ
നാടകീയ മുഹൂർത്തങ്ങളുണ്ട്. മാത്രമല്ല ഈ കഥ അവസാനിക്കുന്നത് ഒരു ശുഭപര്യവസായിയാണ്. അത് ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. ശുഭപര്യവസായി എന്ന് വെച്ചാൽ അവസാനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ നാടകം അവസാനിക്കുന്നത് തന്നെ ഒരു ശുഭത്തിലാണ്. എന്ന് വെച്ചാൽ എല്ലാ കഥാപാത്രങ്ങളും ഒരുമിച്ച് ചേർന്ന് സ്നേഹത്തോടു കൂടി എല്ലാം സന്തോഷത്തോടു കൂടി അവസാനിക്കുന്ന ഒരു, അതായത് പ്രാചീന നാടകങ്ങൾ പ്രത്യേകം എല്ലാം ഈ അവസാനിക്കുന്നത് തന്നെ എങ്ങനെയായിരിക്കും, എല്ലാം ശുഭപര്യവസായിയായിട്ടാണ്. അടുത്തത് അതായത് യാദൃച്ഛികമായിട്ട് ദുഷ്യന്തൻ കാശ്യപാശ്രമത്തിലേക്ക് എത്തുകയും അവിടെ വെച്ചൊരു കുട്ടിയെ കാണുകയും ചെയ്യുന്നുണ്ട്. ആ കുട്ടിയോട് അദ്ദേഹത്തിന് വളരെയധികം സ്നേഹം തോന്നുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല ആ കുട്ടി ആരുടെ മകനാണെന്ന്, തൻ്റെ മകനാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ ഇവിടെ കാളിദാസൻ ഉപയോഗിച്ചിരിക്കുന്ന തന്ത്രം, അതായത് വ്യത്യസ്തമായ തലങ്ങളിലൂടെ അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിലൂടെ ആ കുട്ടി തൻ്റെതാണെന്ന് ആ ദുഷ്യന്തൻ തിരിച്ചറിയുന്നുണ്ട്. അതായത് നാടകീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക. ഓക്കെ, രണ്ടാം താപസിന്റെ വാക്കുകളാണ്. സുബ്രതേ, ഇവൻ വാക്കുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നവനല്ല. അതുകൊണ്ട് നീ എൻ്റെ പർണശാലയിൽ ചെന്ന് മാർക്കണ്ഡേയന്റെ ചായം തേച്ച മൺമയിലിനെ എടുത്തുകൊണ്ടുവരൂ. ഒന്നാം താപസി അങ്ങനെ തന്നെ പോയി. ബാലൻ, അതുവരെ ഞാൻ ഇവനെ കൊണ്ട് തന്നെ കളിക്കും എന്ന് താപസിയെ നോക്കി ചിരിക്കുന്നു. അല്ലെ, അപ്പോ ഇത്രയേ ഉള്ളൂ. രണ്ടാം താപസി പറയുന്നുണ്ട് ഇവൻ ഒരിക്കലും ആ സിംഹക്കുട്ടി വിടാൻ പോകുന്നില്ല, അവൻ പിടിവാശിക്കാരനാണ്. നീ ഒരു കാര്യം ചെയ്യൂ, എൻ്റെ പർണശാലയിൽ പോയിട്ട് അവിടെ ഒരു ചായം തേച്ച, നിറം തേച്ച ഒരു മൺമയിലിന്റെ ഒരു പ്രതിമയുണ്ട്, അതിനെ കൊണ്ടുകൊടുത്തുള്ള ഒരു ശവന്തിയും ഇതിന് പിടിവിടും. അങ്ങനെ ഒന്നാം താപസി അത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ബാലൻ പറയുന്നുണ്ട് അതുവരെ ഞാൻ എന്ത് ചെയ്യും, ഈ സിംഹക്കുട്ടിയോടൊപ്പം കളിക്കുമെന്ന് പറയുന്നു. രാജാവ്, ഈ ദുസ്സാമർത്ഥ്യക്കാരൻ കുട്ടിയോട് എനിക്ക് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നുന്നു. പല്ലിൻമുട്ടുകൾ ഹേതുവന്യെ ചിരിച്ചൽപ്പം തെളിച്ചും രസിച്ചുല്ലാസത്തോട് ചൊല്ലിയും ചില വചസ് അവ്യക്തമുദ്രാക്ഷരം അംഗത്തിൽ കുതുകത്തോട് ഏറിയമരും ബാലന്റെ പൂമേനിയിൽ തങ്കും പങ്കമണിഞ്ഞിടുന്നു സുഹൃതം ചെയ്തൊരു ധന്യം ജനം. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. പല്ലിൻമുട്ടുകൾ ഹേതുവന്യെ ചിരിച്ചൽപ്പം തെളിച്ചും രസിച്ചുല്ലാസത്തോട് ചൊല്ലിയും ചില വചസ്സുകൾ അവ്യക്ത മുഗ്ധാക്ഷരം അംഗത്തിൽ കുതുകത്തോടേറിയമരും ബാലന്റെ പൂമേനിയിൽ തങ്കും പങ്കമണിഞ്ഞിടുന്നു സുഹൃതം ചെയ്തൊരു ധന്യം ജനം. അതിന്റെ അർത്ഥം ഇപ്രകാരമാണ്. പല്ലിൻമുട്ടുകൾ ഹേതുവന്യെ ചിരിച്ചു എന്ന് വെച്ചാൽ ഹേതുവന്യെ ഒരു കാരണവുമില്ലാതെ, അതായത് ചിരിച്ചു. പല്ലുകൾ എന്ത് ചെയ്യുന്നു, ചിരിക്കുമ്പോൾ കല്ലുകൾ പുറത്ത് കാണാം. യാതൊരു കാരണവുമില്ലാതെ പല്ലുകൾ എന്ത് ചെയ്തു, കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ചിരിക്കുന്നു. അതൊക്കെ തന്നെ രസിച്ചുല്ലാസത്തോട് ചൊല്ലിയും ചില വചസ്സുകൾ അവ്യക്ത മുദ്രാക്ഷരം, വളരെ ഭംഗിയോടുകൂടി ചില കാര്യങ്ങൾ ആ കുട്ടി എന്തുണ്ട് പറയുന്നുണ്ട്. പക്ഷെ അത് അവ്യക്തമാണ്. അവ്യക്തം എന്ന് വെച്ചാൽ എന്തെന്നല്ല, വ്യക്തമല്ല. കുഞ്ഞുകുട്ടിയില്ല, അപ്പൊ പറയുന്ന കാര്യങ്ങൾ ചിലതൊന്നല്ല, വ്യക്തമല്ല. അപ്പോ വെറുതെ ഒരു കാരണവുമില്ലാതെ പല്ലുകൾ കാണിച്ച് ചിരിച്ചും ഭംഗിയോടുകൂടി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ പറയുന്ന കാര്യങ്ങൾ എന്തല്ല, വ്യക്തമല്ല. അംഗത്തിൽ കുതുകത്തോടേറിയമരും ബാലന്റെ ഭൂമിയിൽ തങ്കും പങ്കമണിഞ്ഞിടുന്നു സുഹൃതം. അതായത് അവനെ എടുത്ത് മടിയിൽ വയ്ക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ പറ്റിയിരിക്കുന്ന പങ്കം എന്ന് വെച്ചാൽ അഴുക്ക്, ആ അഴുക്ക് ആരുടെ ദേഹത്താണോ അല്ലെങ്കിൽ ആരുടെ വസ്ത്രത്തിലാണോ പുരളുന്നത്, അതായത് ആ കുട്ടിയെ എടുത്ത് മടിയിൽ വെക്കുന്ന സ്വാഭാവികമായിട്ടും അവന്റെ അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ആയിരിക്കും. അങ്ങനെ അവനെ എടുത്ത് മടിയിൽ വെക്കുമ്പോൾ അവന്റെ ശരീരത്തിലെ ആ അഴുക്ക് ആരുടെ വസ്ത്രത്തിലാണോ പുരളുന്നത് അവര് ഭാഗ്യവാന്മാരാണെന്ന് രാജാവ് കരുതുന്നു. അതായത് ആ കുട്ടിയെ എടുത്ത് മടിയിൽ വെക്കാൻ പറ്റുന്നത് ഒരു ഭാഗ്യമായിട്ട് രാജാവ് എന്ത് ചെയ്യുന്നുണ്ട്, കരുതുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ആ കുട്ടി ഇങ്ങനെ പറയുന്നത്, പല്ലിൻമുട്ടുകൾ ഹേതുവന്യെ ചിരിച്ചു എന്ന് വെച്ചാൽ ഒരു കാരണവുമില്ലാതെ പല്ലുകൾ കാണിച്ച് ചിരിച്ചു. അതിനൊക്കെ എന്നാ ചില ഭംഗിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും പറയുന്ന കാര്യങ്ങൾ പലതൊന്നല്ല, വ്യക്തമല്ല. അങ്ങനെയുള്ള ആ കുട്ടിയെ മടിയിലെടുത്ത് വെക്കുമ്പോൾ അവന്റെ പൂമേനിയിൽ വെച്ചാൽ അവന്റെ മനോഹരമായ ശരീരത്തിൽ പറ്റിയ പങ്കം അഴുക്ക്, അത് ആരുടെ വസ്ത്രത്തിലാണോ പതിയുന്നത് അവര് ഭാഗ്യവാന്മാരാണെന്ന് രാജാവ് എന്ത് ചെയ്യുന്നുണ്ട്, കരുതുന്നുണ്ട്. ഒരു പക്ഷേ തനിക്ക് മകനില്ലാത്തതുകൊണ്ടുള്ള ആ ഒരു സ്നേഹമായിരിക്കും, ആ കുട്ടിയോട് തോന്നുന്ന സ്നേഹമായിരിക്കും രാജാവിനെ അങ്ങനെ ചിന്തിപ്പിച്ചത്. താപസി ആകട്ടെ, ഇവൻ എന്നെ കൂട്ടാക്കുന്നില്ല. ഇരോപുറവും തിരിഞ്ഞു നോക്കിയിട്ട് ആരാ അവിടെ ഋഷികുമാരന്മാരുള്ളത്? രാജാവിനെ കണ്ടിട്ട് ഭദ്ര ഇങ്ങോട്ട് വരണേ, ഇതാ ഇവൻ കളിയായിട്ട് സിംഹക്കുട്ടിയെ മുറുക്കി പിടിച്ച് വലിച്ചുപദ്രവിക്കുന്നു, ഒന്ന് വിടിയിക്കണേ. അപ്പൊ താപസി നോക്കിയപ്പോൾ അവിടെ രാജാവ് നിൽക്കുന്നുണ്ട്. താപസിക്ക് അറിയില്ല ഇത് ദുഷ്യന്ത രാജാവാണെന്ന്. അദ്ദേഹം പറയുന്നുണ്ട് ഭദ്ര ഒന്ന് വരി, ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സിംഹത്തിനിൽ നിന്ന് പിടിയിൽ നിന്ന് രക്ഷിക്കണേ എന്ന് രാജാവിനോട് താപസി പറയുന്നുണ്ട്. അപ്പൊ രാജാവ് പറയുന്നുണ്ട് അങ്ങനെ തന്നെ അടുത്തു ചെന്ന് പുഞ്ചിരിയോടെ, എടോ മഹർഷി ബാലക, തെരുകാട്ടി ആശ്രമ വിരുദ്ധ വൃത്തി നീ ചെറുപാമ്പ് ചന്ദന മരത്തിനെ എന്നപ്പോൾ വെറുതെ വിശുദ്ധ തരസത്വ സൗമ്യമാം പിറവിക്ക് ദോഷം ഉളവാക്കി വെക്കല. രാജാവിന്റെ വാക്കുകൾ പ്രകാരമാണ്, തെറുകാട്ടി ആശ്രമ വിരുദ്ധ വൃത്തി നീ ചെറുപാമ്പ് ചന്ദന മരത്തിനെ എന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല്
ഈ സ്ഥലത്തിന് യോജിക്കാത്ത പ്രവൃത്തിയാണ് നീ ചെയ്യുന്നത്. അതായത് ആശ്രമം എപ്പോഴും ശാന്തവും സൗമ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലെ. അവിടെ ഒരിക്കലും ഒരു കുട്ടി എന്ത് ചെയ്യില്ല, വികൃതി കാണിക്കില്ല. എങ്ങനെയെന്ന് വെച്ചാൽ ചന്ദനമരത്തിൽ പാമ്പിനെ പോലെ, ചന്ദനമരം നമുക്കറിയാം വിശുദ്ധമായ ഒരു മരമാണ് ചന്ദനമരം, അതിൽ വിഷം ചീറ്റുന്ന പാമ്പ് ഇരിക്കുന്നു വെച്ചാൽ ചന്ദനവും പാമ്പും ആ സ്ഥലത്തിന് യോജിക്കുന്നതല്ല. അതുപോലെയാണ് നിന്റെ പ്രവൃത്തിയും. അതായത് ആശ്രമം സൗമ്യമായി പെരുമാറേണ്ട, അല്ലെങ്കിൽ മൃഗങ്ങളോടുകൂടി സ്നേഹത്തോടുകൂടി പെരുമാറേണ്ട ഈ ഒരു ആശ്രമത്തിൽ ഇത്തരത്തിലുള്ള വികൃതി കാണിക്കുന്ന നീ ചന്ദനമരത്തിൽ പാമ്പ് കാണുന്നത് പോലെയാണ്. ആ ഒരു താരതമ്യമാണ് രാജാവ് അവിടെ നടത്തുന്നത്. നിന്റെ പിറവിക്ക് നീ ദോഷം ഉളവാക്കി വെക്കില്ലേ. പിറവിക്കുന്ന ഉദ്ദേശം നീ ഋഷികുമാരനാണ്. രാജാവിന്റെ വിചാരം ഈ കുട്ടി എന്താണ്, ഋഷിബാലനാണ് അല്ലെ. ഋഷിബാലൻ ഒരിക്കലും എന്ത് ചെയ്യില്ല ഇത്തരത്തിലുള്ള ദോഷങ്ങളോ അല്ലെങ്കിൽ പ്രവൃത്തികളൊന്നും അല്ലെങ്കിൽ മൃഗങ്ങളൊന്നും എന്ത് ചെയ്യില്ല ഇങ്ങനെ ഉപദ്രവിക്കുക. നിന്റെ പിറവിക്ക് നീ എന്ത് ചെയ്യരുത്, ദോഷമുള്ളതുണ്ടാക്കി വയ്ക്കരുത്. താപസി പറയുകയാണ് ഭദ്ര ഇവൻ മഹർഷിബാലനല്ല അല്ലേ. അപ്പോ താപസി പറയുന്നുണ്ട് അങ്ങ് പറഞ്ഞതുപോലെ ഇവൻ എന്തല്ല, മഹർഷി കുട്ടിയല്ല. രാജാവ് അത് ഇവന്റെ ആകൃതിക്ക് ചേർന്ന പ്രകൃതി കൊണ്ട് തന്നെ അറിയാം. രാജാവ് തോന്നുന്നു, എനിക്കത് നേരത്തെ സംശയം തോന്നിയതാ. കാരണം ഒരിക്കലും ഒരു മഹർഷിബാലൻ എന്ത് ചെയ്യില്ല, എങ്ങനെയൊന്നും തോന്നുന്നില്ല, അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. സ്ഥലഭേദം കൊണ്ട് ഞാൻ ശങ്കിച്ചു പോയതാണ് അല്ലെ. പറഞ്ഞതുപോലെ ബാലനെ വിലക്കിയിട്ട് അവന്റെ സ്പർശന സുഖം അനുഭവിച്ച് വിചാരം. അതായത് രാജാവിന് നേരത്തെ തോന്നിയിരുന്നെങ്കിലും ഒരിക്കലും ഒരു രാജാവിന്റെയോ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു കൊട്ടാരത്തിൽ വളർന്ന കുട്ടി ഒരിക്കലും ഈ ആശ്രമത്തിലൊന്നും നിൽക്കില്ല അല്ലെ. അപ്പൊ രാജാവ് കരുതിയത് എന്ത് തന്നെയാണ്, ഋഷിബാലൻ തന്നെയാണ്. പക്ഷെ രാജാവിന് സംശയം ഉണ്ടായിരുന്നു, ഒരിക്കലും ഋഷിബാലൻ എന്ത് ചെയ്യില്ല, ഇത്തരത്തിലുള്ള വികൃതികളൊന്നും കാണിക്കില്ല. ഈ താപസി പറയുമ്പോൾ രാജാവിന് വ്യക്തമായി അവൻ എന്തല്ല, ഋഷിബാലനല്ല. ഞാൻ കരുതിയതുപോലെ തന്നെ അവൻ അല്ലെങ്കിൽ ഒരു ഋഷിബാലൻ ഒരിക്കലും എന്ത് ചെയ്യില്ല ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാന്ന് പറയുന്നത്. ഇവന്റെ ആകൃതിക്ക് ചേർന്ന പ്രകൃതി കൊണ്ട് തന്നെ, ഇവന്റെ ആ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി അവൻ എന്തല്ല, അവൻ ഋഷിബാലനല്ല എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇവൻ നിൽക്കുന്ന സ്ഥലം ആശ്രമമായതുകൊണ്ട് ഞാൻ കരുതിയത് ഇവൻ ഋഷിബാലനാണ് എന്നാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി രാജാവിന്റെ ശരീരത്തിൽ തൊടുമ്പോൾ രാജാവിന് തോന്നുന്ന കാര്യമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഗോത്രാദി ഒന്നും അറിയാതെ എനിക്ക് ഇവന്റെ ഗാത്രങ്ങൾ തൊടുകയാൽ സുഖം ഇത്രമാത്രം, എത്രയ്ക്ക് വേണം ഇവനെ പ്രതിപത്തിയോടെ പുത്രാത്വമോർത്ത് ഉണരുന്ന ഒരു പുണ്യവാന്. ഗോത്രാദി ഒന്നും അറിയാതെ, ഗോത്രം വെച്ചാൽ കുലം, ഇവന്റെ വംശമേതെന്നോ കുലമേതെന്നോ ജാതി ഏതെന്നോ എനിക്കറിയില്ല. പക്ഷേ ഇവന്റെ ഗാത്രം ശരീരം, ഇവന്റെ ശരീരത്തിൽ തൊടുമ്പോൾ എനിക്ക് വളരെയധികം സ്നേഹവും സന്തോഷവും സുഖവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവപ്പെടുന്നുണ്ട്. എത്രയ്ക്ക് വേണം ഇവനെ പ്രതിപത്തിയോടെ പുത്രാത്വമോർത്ത് ഉണരുന്ന പുണ്യവാന് അല്ലെ. ഇവനെ മാറോട് അടക്കി പിടിക്കാൻ കഴിയുന്ന ഇവന്റെ മാതാപിതാക്കൾ എന്തുമാത്രം പുണ്യവാന്മാരാണെന്ന് രാജാവ് എന്ത് ചെയ്യുന്നുണ്ട്, കരുതുന്നുണ്ട്. മനസ്സിലായോ? താപസി രണ്ടുപേരെയും നോക്കി ആശ്ചര്യം. രാജാവ് എന്താണ്, താപസി അങ്ങേക്കും ഇവനും ചായ നന്നേ യോജിച്ചു കണ്ടതിനാൽ എനിക്ക് വിസ്മയം തോന്നിയതാണ്. മുൻപരിചയമില്ലെങ്കിലും അങ്ങേക്ക് ഇവൻ വഴിപ്പെടുകയും ചെയ്തു അല്ലെ. അപ്പോ താപസി പറയുന്നത് അങ്ങേയും ഇവനെയും കണ്ടാൽ ഏകദേശം കാണാൻ എങ്ങനെയാണ്, ഒരുപോലെ തന്നെയാണ്. മാത്രമല്ല അവൻ അങ്ങനെ പെട്ടെന്ന് ആർക്കും വഴങ്ങുന്നവനല്ല, അങ്ങേക്ക് ഇവൻ എന്ത് ചെയ്തു, വഴങ്ങുകയും ചെയ്തു. എനിക്കതുകൊണ്ട് ആശ്ചര്യം തോന്നുന്നു എന്നാണ് താപസി പറയുന്നത്. രാജാവ് ബാലനെ ലാളിച്ചുകൊണ്ട് ആര്യെ, മുനികുമാരനല്ലെങ്കിൽ ഇവന്റെ കുലം ഏതാണ് അല്ലെ. രാജാവ് ചോദിക്കുന്നു, നിങ്ങൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു ഇവൻ ഋഷിബാലൻ അല്ല എന്ന് പറഞ്ഞു, എങ്കിൽ ഇവന്റെ കുലം ഏതാണ് അല്ലെ, ഇവന്റെ വംശം ഏതാണെന്ന് ചോദിച്ചു. താപസി പുരുവംശമാണ്. രാജാവ് വിചാരം, എന്റെ വംശം തന്നെയോ, അതാണ് ഇവന് എന്റെ ചായയുണ്ടെന്ന് താപസിക്ക് തോന്നിയത്. പൗരവന്മാർക്ക് അങ്ങനെ അന്ത്യമായ കുലവൃതമുണ്ടല്ലോ. രാജാവ് പറഞ്ഞു എന്റെ വംശം തന്നെയാണ് ഇവന് പിറന്നതല്ലേ അല്ലെ, അതുകൊണ്ടാണ് ഒരുപക്ഷെ താപസിക്ക് ഇവനെ എന്റെ ചായ ഉണ്ടെന്ന് തോന്നാൻ കാരണം അല്ലെ. എന്നിട്ട് പറയുന്നുണ്ട്, ധരണീ ഭരണത്തിനായി മുന്നം പുരുസൗധങ്ങളിൽ വാണതിനു ശേഷം തരുമൂല ഗൃഹസ്ഥരായി ചരിപ്പു കുരുവംശോദ്ഭവ രേഖപത്നിയോടെ. ഒന്നുകൂടി, ധരണീഭരത്തിനായി മുന്നം പുരുസൗധങ്ങളിൽ വാണതിനു ശേഷം, അതായത് ധരണീഭരം എന്ന് വെച്ചാൽ ഭൂമി അടക്കി ഭരിച്ചതിന് ശേഷം, ഭൂമി ഉദ്ദേശിക്കുന്നത് അവിടെ രാജ്യമാണ്, രാജ്യം അടക്കി ഭരിച്ചതിന് ശേഷം പുരുസൗധങ്ങളിൽ വാണതിനു ശേഷം എന്ന് വെച്ചാൽ ഈ രാജാവ് അറിയാമല്ലോ, അവർക്ക് ഒന്നിലധികം പത്നിമാർ കാണും. അങ്ങനെ കൊട്ടാരത്തിൽ ഒന്നിലധികം പത്നിമാർ കഴിഞ്ഞതിന് ശേഷം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, തരുമൂല ഗൃഹസ്ഥരായി, തരുമൂല എന്ന് വെച്ചാൽ വനവാസത്തിന് പോകാറുണ്ട്. അതായത് അവസാന കാലങ്ങളിൽ ഇവരെന്ത് ചെയ്യുന്നു, വനവാസത്തിന് പോകുമ്പോൾ ഏകപത്നി, ഒരു പത്നി എന്ത് ചെയ്യുന്നു, കൂടെ കൂട്ടാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും പത്നിയുമായിട്ട് വനവാസം പോയപ്പോൾ അവിടെ വെച്ച് പിറന്നതാവാം ഒരുപക്ഷെ ഈ കുട്ടി, അല്ലെങ്കിൽ ഒരിക്കലും ആ കുട്ടി കാട്ടി വരേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ അവൻ കൊട്ടാരത്തിലല്ലേ വളരേണ്ടത്. അപ്പൊ പറയുന്നുണ്ട് ഇവന്റെ വംശം കുരുവംശമാണെന്ന് പറയുമ്പോൾ രാജാവ് കരുതുന്നു ധരണീഭരത്തിനായി, എന്ന് വെച്ചാൽ ഭൂമി ഭരിച്ചതിന് ശേഷം അല്ലെങ്കിൽ രാജ്യം ഭരിച്ചതിന് ശേഷം ഏറെ നാള് ഭരിച്ചതിന് ശേഷം അവസാനം വനവാസത്തിന് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ കുരുവംശത്തിൽ എല്ലാ രാജാക്കന്മാരും എന്ത് ചെയ്യുന്നുണ്ട്, അവസാന കാലങ്ങളിൽ വനവാസത്തിന് പോകാറുണ്ട്. ഈ വനവാസത്തിന് പോകുമ്പോൾ ആരെയും കൂടെ പോകാറുണ്ട്, തന്റെ ഒരു പത്നിയും കൂടി പോകാറുണ്ട്. ഒരുപക്ഷെ അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക്
അവർക്ക് കാട്ടിൽ വെച്ച് പിറന്ന കുട്ടിയാവാം ഈ കുട്ടി, അല്ലെങ്കിൽ ഒരിക്കലും ഈ കുട്ടി എന്ത് ചെയ്യുന്നില്ല, ഈ കാട്ടിൽ വരില്ല. വെളിവായിട്ട് മനുഷ്യർക്ക് ബോധിച്ചതുപോലെ കടന്നു വരാവുന്ന സ്ഥലമല്ലല്ലോ. അതായത് അല്ലെങ്കിൽ ഒരിക്കലും കുരുവംശത്തിൽ പിറന്ന രാജാവേണ്ട ഒരു കുട്ടി ഒരിക്കലും ഈ കാട്ടിൽ വന്ന് നിൽക്കില്ലല്ലോ. ഓക്കെ, താപസി അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അപ്സര സംബന്ധം കൊണ്ട് ഈ ബാലന്റെ മാതാവ് ദേവഗുരുവായ കാശ്യപന്റെ ഈ ആശ്രമത്തിൽ ഇവനെ പ്രസവിച്ചു. അപ്പൊ താപസി പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ശരിയാണ്, പക്ഷെ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അവൻ കുരുവംശത്തിൽ തന്നെയാണ് പിറന്നത്, പക്ഷേ അവൻ ഈ കാട്ടിയെത്താൻ കാരണം അപ്സര സംബന്ധം. അപ്സര ഞാൻ പറഞ്ഞു അമ്മ ആരുടെ, നമ്മുടെ ശകുന്തളയുടെ അമ്മ ആരാണ്? അപ്സരസാണ്, മേനകയാണ്. അപ്പൊ അവരുമായിട്ടുള്ള ആ ഒരു ബന്ധം അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ഈ കുഞ്ഞെന്ത് ചെയ്യുന്നത്, കാശ്യപാശ്രമത്തില് എത്തപ്പെട്ടത്. രാജാവ് വിചാരം, എന്റെ ആശയ്ക്ക് ഒരു താങ്ങലും കൂടിയായി. ആ കുട്ടിയെ കണ്ടപ്പോൾ ആദ്യം തന്റെ മകനെ പോലെ തോന്നി, ഇപ്പോൾ അത് കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തമായി വരികയാണ് അല്ലേ. എന്തെന്നാ പറയുന്നത്? വെളിവായി എന്നാൽ ആ എന്റെ ആശയ്ക്ക് ഒരു താങ്ങൽ കൂടിയായി, വെളിവായി എന്നാൽ ആ ശ്രീമതിയുടെ ഭർത്താവായ രാജർഷിയുടെ പേരെന്താണ്? രാജാവിന് പെട്ടെന്നൊരു സംശയം. അപ്സരസ് എന്ന് പറഞ്ഞു, അതങ്ങനെ ഇങ്ങെത്തി എന്ന് പറഞ്ഞു. അപ്പൊ രാജാവിന് സംശയം അല്ലേ. അപ്പൊ രാജാവ് ചോദിച്ചു, എങ്കിൽ ആ രാജർഷിയുടെ അയാളുടെ പേരെന്താണ്? അപ്പൊ താപസി പറയുന്നുണ്ട്, ധർമ്മപത്നിയെ ഉപേക്ഷിച്ച് അയാളുടെ നാമധേയം ആരുച്ചരിക്കും? സ്വന്തം പത്നിയെ, ധർമ്മപത്നിയെ ഉപേക്ഷിച്ച് ആ രാജാവിന്റെ പേര് ആരാണ് ഉച്ചരിക്കുക എന്ന് താപസി പറയുന്നു. രാജാവ് വിചാരം, ഈ പറയുന്നത് എന്നെ തന്നെ ഉദ്ദേശിച്ചായിരിക്കണം. ഈ കുട്ടിയുടെ അമ്മയുടെ പേര് ചോദിച്ചാലോ? അല്ലെങ്കിൽ പരസ്ത്രീ പ്രസംഗം ശരിയല്ല. രാജാവിന് ആകെ മൊത്തം സംശയം. അത് അപ്സര സംബന്ധം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ രാജാവിന് സംശയമുണ്ട്. ഇനി ഒരു പക്ഷേ ഇവൾ മേനകയുടെ മകളായിട്ടുള്ള ആരാണ്? ശകുന്തളയാണോ? ശകുന്തള പുത്രനാണോ? എന്റെ മകനാണോ? എന്റെ ഭാര്യയാണോ? ഇവിടെയാണോ ഉള്ളത് എന്നൊക്കെ അതിന് സംശയം. പക്ഷെ അദ്ദേഹത്തിന് ചോദിക്കാൻ ഒരു മടി. ഒരു പക്ഷെ അത് തെറ്റാണെങ്കിലോ എന്ന് അദ്ദേഹത്തിന് അതുകൊണ്ട് അദ്ദേഹം അത് ചോദിക്കണോ വേണ്ട എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുക. ഒന്നാം താപസി പ്രവേശിച്ചു. മയിലിനെ ആടുന്ന ഭാവത്തിൽ പിടിച്ചുകൊണ്ട് സർവ്വതമന ഇതാ ശകുന്തലാസ്യം നോക്കൂ. ഇവിടെയാണ് അടുത്ത നാടകീയമായിട്ടുള്ള ഒരു വാക്ക്. അതായത് ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ ദുഷ്യന്തന്റെ ഉള്ളിൽ ചിന്ത വരുന്നുണ്ട്, ഇത് ആരാണോ? തന്റെ മകനാണോ? അതിന് ചെറിയ ചെറിയ തെളിവുകൾ വന്നു. പെട്ടെന്നൊരു പ്രസ്താവന വരുന്നുണ്ട്. ഒന്നാം താപസി ഒരു ശകുന്തം വെച്ചാൽ പക്ഷി എന്ന അർത്ഥം. ആ ശകുന്തത്തിന് കയ്യിലിട്ട് ഇങ്ങനെ ആട്ടിയിട്ട് പറയുകയാണ്, ഈ ശകുന്തലാസ്യം നോക്കൂ. ശകുന്തലാസ്യം വെച്ചാൽ ശകുന്തത്തിന്റെ ലാസ്യം നൃത്തം. ശകുന്തം പക്ഷി, ഈ പക്ഷിയുടെ നൃത്തം നോക്കൂ എന്ന് കയ്യിൽ ഇങ്ങനെ പുലിയെ കാണിക്കുക. അപ്പൊ ബാലൻ ചുറ്റും നോക്കിയിട്ട് അമ്മ ഇവിടെ ഇല്ലല്ലോ. അവിടെ ചിന്തിക്കേണ്ട കാര്യം, കുട്ടി വിചാരിച്ചത് എന്താണ്? ശകുന്തളയുടെ ആസ്യം എന്നാണ്. ആസ്യം എന്ന് വെച്ചാൽ മുഖം. ശകുന്തളയുടെ ആസ്യം, ശകുന്തളയുടെ മുഖം. അതായത് ഒന്നാം താപസി പറഞ്ഞ കാര്യം മറ്റൊരു അർത്ഥത്തിലാണ് ആര് ഗ്രഹിച്ചത്? ഈ കുട്ടി ഗ്രഹിച്ചത്. അയാൾ പറഞ്ഞത് ആടുന്ന പക്ഷിയെ നോക്കുന്നാണെങ്കിൽ കുട്ടി കേട്ടത് ശകുന്തലാസ്യം, ശകുന്തളയുടെ ആസ്യം, മുഖം. ശകുന്തളയുടെ മുഖം നോക്കൂ എന്നാണ്. അതായത് ഒരേ വാക്കിന് വ്യത്യസ്തമായിട്ടുള്ള രണ്ടർത്ഥങ്ങൾ. ഇത് കാളിദാസൻ ഉപയോഗിച്ചൊരു നാടകീയമായിട്ടൊരു മുഹൂർത്തം. ആ സന്ദർഭത്തിൽ ആ കുട്ടിയുടെ അമ്മയുടെ പേര് ശകുന്തളയാണെന്ന് ആർക്ക് മനസ്സിലാവുന്നുണ്ട്? ദുഷ്യന്തന് മനസ്സിലാവുന്നുണ്ട്. ബാലൻ ചുറ്റും നോക്കിയിട്ട് അമ്മ ഇവിടെ ഇല്ലല്ലോ. താപസി ചിരിച്ചും കൊണ്ട് മാതൃവത്സലനായ ബാലൻ അർത്ഥം മാറി ധരിച്ചു. രണ്ടാം താപസി, വത്സ മയിലാടുന്നു നോക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. രാജാവ്, ഇവന്റെ മാതാവിന്റെ പേര് ശകുന്തള എന്നാണോ? എന്നാൽ അനേകം പേർക്ക് ഒരു പേര് തന്നെ വരാറുണ്ടല്ലോ. ഈ പ്രസ്താവന കാനൽ ജലം പോലെ ഒടുവിൽ എനിക്ക് വിഷാദത്തിന് ഇടയാക്കാതിരുന്നാൽ കൊള്ളാമായിരുന്നു. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാതെ താപസ് പറയുന്നുണ്ട്, മാതൃവത്സനായ ബാലൻ അർത്ഥം മാറി ധരിച്ചു. അത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ആ ഒരേ വാക്കിന് വ്യത്യസ്തമായുള്ള രണ്ടർത്ഥം. രണ്ടാം താപസ് പറയുന്നുണ്ട്, മത്സ മയിലാടുന്നത് നോക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ അമ്മയുടെ മുഖമെന്നല്ല, ഈ മയിലിന്റെ നൃത്തം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. താപസി പറഞ്ഞത്. രാജാവ് കേട്ട് ഞെട്ടുകയാണ്. ഇവന്റെ മാതാവിന്റെ പേര് ശകുന്തള എന്നാണ്. അല്ലെങ്കിൽ ആ കുട്ടി അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അദ്ദേഹത്തിന് അപ്പോഴും സംശയമുണ്ട്, ശകുന്തള എന്ന പേര് എന്റെ ഭാര്യയ്ക്ക് മാത്രമായിരിക്കില്ല, ഒരുപാട് പേർക്ക് അങ്ങനെ എന്തുണ്ടാവും, പേരുണ്ടാവാം. ഞാൻ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചിട്ട് അവസാനം ഈ പ്രസ്താവം കാനൽ ജലം എന്ന് വെച്ചാൽ എന്താണ്? കാനൽ ജലം എന്ന് വെച്ചാൽ മാരീചിക എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു? മാഞ്ഞു പോകും. മാരീചിക അറിയില്ല, നമ്മളിപ്പോ മരുഭൂമിയിലേക്ക് പോകുമ്പോൾ അവിടെ പച്ചപ്പുണ്ടായിട്ട് പോലെ തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇല്ല, അതൊരു സ്വപ്നം പോലെയാണോ, ഒരു തോന്നലാണോ, അല്ലെങ്കിൽ അത് അങ്ങനെ ആവരുതേ എന്ന് രാജാവ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് കാനൽ ജലം പോലെ ഒടുവിൽ എനിക്ക് വിഷാദം. ഞാൻ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചിട്ട് അവസാനം അതൊരു മാരീചിക പോലെ ഒരു തോന്നൽ മാത്രമാണെങ്കിൽ എനിക്ക് അതൊന്നുണ്ടാവും, വളരെയധികം വിഷമം ഉണ്ടാവും. അതുകൊണ്ട് രാജാവിനെ ചോദിക്കാൻ ഒരു മടി. ബാലൻ, എനിക്ക് മയിലിനെ നന്നേ രസിച്ചു. ആ പ്രസ്താവന ഓർത്ത് വെച്ചോണേ. ഈ പ്രസ്താവം കാനൽ ജലം പോലെ സന്ദർഭം വിശദമാക്കുന്ന പരീക്ഷയ്ക്ക് ചോദിക്കും. ആ സന്ദർഭം എന്താണെന്ന് ഓർത്ത് വെച്ചോണം. അപ്പൊ ഞാൻ പറഞ്ഞു, ബാലൻ, എനിക്ക് മയിലിനെ നന്നേ രസിച്ചു. ഞാനിത് അമ്മയുടെ അടുക്കലേക്ക് കൊണ്ടുപോകും. കളിപ്പോകു വാങ്ങുന്നു. ഒന്നാം താപസി നോക്കി സംഭ്രമിച്ച്, അയ്യോ
കുഞ്ഞിന്റെ കയ്യിൽ കെട്ടിച്ചിരുന്ന രക്ഷ കാണുന്നില്ലല്ലോ. രാജാവ് പരിഭ്രമിക്കേണ്ട. സിംഹക്കുട്ടിയുള്ള കലശലിൽ താഴെ വീണുപോയി എടുക്കാൻ ഭാവിക്കുന്നു. പെട്ടെന്നാണ് ഒന്നാം താമസി ശ്രദ്ധിക്കുന്നത് ആ കുഞ്ഞിന്റെ കയ്യിലിരുന്ന രക്ഷ എന്ത് ചെയ്യുന്നു, താഴെ വീണുപോയി. രാജാവ് പറയുന്നുണ്ട് അത് ആ സിംഹക്കുട്ടിയെ കളിച്ചപ്പോൾ താഴെ വീണതാണ്, ഞാൻ എടുത്തു തരാൻ ഉദ്ദേശിച്ച രാജാവിന്റെ എടുക്കാൻ വേണ്ടി അത് കുനിയാണ്. താപസിമാർ അരുതേ, തുടരുതേ, അല്ല ഇദ്ദേഹം എടുത്തു കഴിഞ്ഞോ വിസ്മയിച്ച് മാറത്ത് കൈവച്ചുകൊണ്ട് അന്യോന്യം നോക്കുന്നു. രാജാവ്, എന്തിനാണ് നിങ്ങൾ എന്നെ തടഞ്ഞത്? അപ്പോൾ രാജാവ് ഇത് എടുക്കാനായിട്ട് ഇങ്ങനെ കുഞ്ഞു സമയത്ത് മഹർഷിമാർ തടഞ്ഞു, അങ്ങത് എടുക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ രാജാവ് അവർ പറയുന്നത് രാജാവ് കേൾക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു, രാജാവ് അത് എടുത്തു കഴിഞ്ഞു. അപ്പൊ താപസിന് അന്തം വിട്ടുല്ലേ, അങ്ങക്ക് ഇത് എടുത്തിട്ടൊന്നും പറ്റിയില്ലേ? അപ്പൊ രാജാവ് എന്തുകൊണ്ടാണ് നിങ്ങളെ തടഞ്ഞതെന്ന് ചോദിച്ചോ പറയുന്നത് ഒന്നാം താപസി മഹാരാജാവ് കേട്ടുകൊണ്ടാലും ഈ രക്ഷ അപരാജിത എന്ന് പേരായ ഒരു ഔഷധിയാണ്. ഇവന്റെ ജാതകർമ്മ സമയത്തിൽ മാരീച ഭവാൻ ഇവനെ ധരിപ്പിച്ചു. അച്ഛനോ അമ്മയോ താനോ അല്ലാതെ ആരും ഇത് താഴെ വീണാൽ എടുത്തുകൂടാ എന്നും കൽപ്പിച്ചു. അപ്പൊ അടുത്ത നാടകീയ മുഹൂർത്തം, അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇത് അപരാജിത എന്ന പേരുള്ള ഒരു ഔഷധിയാണ്. ഇവന്റെ ജാതകർമ്മ സമയത്തിൽ മാരീച ഭഗവാൻ ഇത് അവനെ ധരിപ്പിച്ചതാണ്. ഇവന്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഈ താപസിമാരോ അല്ലാതെ ആരെങ്കിലും ഇത് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് അവർക്ക് ആപത്താണെന്ന് പറഞ്ഞു. രാജാവ്, അല്ല എടുത്താൽ എന്താണ് ആപത്ത്? ഒന്നാം താപസി ഉടൻ തന്നെ സർപ്പമായി തീർന്ന് എടുത്തവനെ കടിക്കും, അല്ലേ? അപ്പൊ ഈ രക്ഷ മറ്റാരെങ്കിലുമാണ് എടുക്കുന്നത്, അവന്റെ അച്ഛനോ അമ്മയോ ഈ ഋഷിമാരോ അല്ലാതെ മറ്റാരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, പാമ്പായി തീർന്ന് അയാളെ കടിക്കും. രാജാവ്, ഈ മാറ്റം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? താപസി, പല പ്രാവശ്യം. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം സത്യം തന്നെയാണോ? ഇത് മുമ്പ് എപ്പോഴെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ? അപ്പൊ ഋഷിമാർ പറയുന്നത് അത് പല പ്രാവശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് മറ്റാരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പാമ്പായിട്ട് മാറുന്നത്. രാജാവ് സന്തോഷത്തോടു കൂടി വിചാരം, എന്റെ മനോവിചാരം പൂർണ്ണമായി ശ്രദ്ധിച്ചു. രാജാവിന് വളരെയധികം സന്തോഷമായി. കാരണം താൻ എടുത്തപ്പോൾ അത് പാമ്പായി തീർന്നില്ല. കാരണം എന്താണ്, അത് തൻ്റെ മകനായതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്, പാമ്പായിട്ട് അത് കടിക്കാതിരുന്നത്, അല്ലെ? തന്റെ മനോവിചാരം പൂർണ്ണമായി ശ്രദ്ധിച്ചു. ഇനി എന്തിന് അഭിനന്ദിക്കാതിരിക്കുന്നു? ബാലനെ ആലിംഗനം ചെയ്തു. രാജാവിന് ഏകദേശം പൂർണ്ണമായി. കാരണം അല്ലെങ്കിൽ ഒരുപക്ഷെ അതെന്ത് ചെയ്യുന്നത്, പാമ്പായിട്ട് തന്നെ കൊത്തുമായിരുന്നു. അപ്പോൾ കൊത്തിയില്ല, അതിനർത്ഥം അത് തന്റെ മകൻ തന്നെയാണെന്ന് രാജാവിന് എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തമാവുന്നുണ്ട്. രണ്ടാം താമസം പറയാണ്, സുഹൃതേ വരൂ, ഈ വർത്തമാനം വ്രതനിഷ്ഠയിലിരിക്കുന്ന ശകുന്തളയോട് ചെന്ന് പറയാം. താപസിമാർ പോയി. അപ്പോൾ ഈ താപസികർ മനസ്സിലായി ആര് തന്നെയാണ് ഇത്, ദുഷ്യന്ത മഹാരാജാവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ മകനായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെ അത് കടിക്കാതിരുന്നത്, അല്ലെങ്കിൽ അത് പാമ്പായി തീർന്ന് കൊത്താതിരുന്നത്. അപ്പോൾ രണ്ടാം താമസം പറയുന്നു അവർക്ക് സന്തോഷമായി. കാരണം ശകുന്തളയെ തേടി ഭർത്താവ് എത്തിയിരിക്കുന്നു. അവരത് ശകുന്തള അറിയിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, പോവുകയാണ്. ശകുന്തള അപ്പോൾ വ്രതാനിഷ്ഠയിലാണ്, ഭർത്താവിനെ കാത്ത് വ്രതം നോച്ചിരിക്കുകയാണ്. ബാലൻ, എന്നെ വിടൂ, എനിക്ക് അമ്മയുടെ അടുക്കൽ പോകണം. രാജാവ് ആ കുട്ടിയെ അടുക്കൽ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. അപ്പോ നേരത്തെ പറഞ്ഞില്ലേ ആലിംഗനം ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ കുട്ടി പറഞ്ഞു എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോകണമെന്ന്, എന്നെ വിടാൻ വേണ്ടി പറയാം. രാജാവ്, മകനെ എന്നോട് ഒരുമിച്ച് തന്നെ ചെന്ന് അമ്മയെ ആനന്ദിപ്പിക്കാം. ബാലൻ, എന്റെ അച്ഛൻ ദുഷ്യന്തനാണ്, താനല്ല. അപ്പൊ കുട്ടി പറയുന്നു എന്റെ അച്ഛന്റെ പേരെന്താണ്, ദുഷ്യന്തനാണ്, അത് താനല്ല എന്ന് കുട്ടി പറയുന്നു. രാജാവ് വിചരിച്ചിട്ട്, ഈ തർക്കം തന്നെ എനിക്ക് വിശ്വാസം ഉറപ്പിക്കുന്നു. ഇത്രയും നേരം എനിക്ക് സംശയമായിരുന്നു, ഇപ്പോൾ നീ എന്നോട് തർക്കിച്ചപ്പോൾ എനിക്ക് ഉറപ്പായി. കാരണം കുട്ടി തന്നെ പറഞ്ഞു എന്റെ അച്ഛന്റെ പേരെന്താണ്, ദുഷ്യന്തനാണ്. ദുഷ്യന്തനാണ് അടുത്തേന്ന് കുട്ടിക്ക് അറിയില്ല. ഈ തർക്കം തന്നെ എന്നിൽ എന്തുണ്ടാകുമോ, വിശ്വാസം ഉറപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത്രയും നേരം അത് സംശയമായിരുന്നുവെങ്കിൽ ആ രക്ഷ എടുത്ത സമയത്ത് അത് പാമ്പായിട്ട് മാറാത്തതുകൊണ്ട് തന്നെ രാജാവിന് ഉറപ്പായി. ഇപ്പോൾ ഈ കുട്ടി തന്റെ അച്ഛന്റെ പേര് ദുഷ്യന്തനാണെന്ന് പറഞ്ഞപ്പോൾ രാജാവിന് അത് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തമാവുകയാണ് ചെയ്തത്. ഈ തർക്കം തന്നെ എനിക്ക് വിശ്വാസം ഉറപ്പിക്കുന്നു. അനന്തരം കെട്ടാതെ അഴിഞ്ഞു കിടക്കുന്ന തലമുടിയുമായി ശകുന്തള പ്രവേശിക്കുന്നു. ശകുന്തള, മാറ്റം വരേണ്ട കാലത്തിൽ പോലും സർവ്വധമനന്റെ രക്ഷ ഇതേ അവസ്ഥയിൽ തന്നെ ഇരുന്നു എന്ന് കേട്ടിട്ടും എനിക്ക് എന്റെ ഭാഗ്യത്തിൽ വിശ്വാസം വരുന്നില്ല. അല്ലെങ്കിൽ സാനുമതി പറഞ്ഞതുപോലെ സംഭവിക്കാവുന്നതാണല്ലോ. സാനുമതി എന്ന് പറയുന്നത് ഈ ദുഷ്യന്തന്റെ കൊട്ടാരത്തിൽ ഈ ആശ്രമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഈ വിവരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അന്വേഷിച്ച് വരുന്നത്, അല്ലെ? ശകുന്തളയ്ക്ക് അപ്പോഴും സംശയം, അല്ലെങ്കിൽ ഇവനിങ്ങനെ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ തന്റെ മകൻ ഇങ്ങനൊരു ഭാഗ്യം എത്തിച്ചേരുമോ എന്ന് താൻ ഇതുവരെയും കരുതിയിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗ്യം എത്തിച്ചേരുന്നതിൽ ശകുന്തളയ്ക്ക് സംശയമുണ്ട്. രാജാവ് ശകുന്തളയെ കണ്ടിട്ട് ആശ്ചര്യത്തോടെ, ഇതാ ശ്രീമതി ശകുന്തള. ശകുന്തളയുടെ ആ ഒരു അവസ്ഥ വർണ്ണിക്കുകയാണ് അടുത്ത ശ്ലോകത്തില്. മലിനം വസനദ്വയം വ്രതത്താൽ മെലിവേറ്റം കഴൽ കറ്റയൊറ്റയായി പലനാൾ ഇവളുണ്ട് കാത്തിടുന്നു കലനാമന്റെ വിയോഗ ദീക്ഷ സ്വാമി. അതായത് രാജാവ് ശകുന്തളയെ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭം. മകനെ വ്യക്തമായി കഴിഞ്ഞു. അവസാനം മകനെയും കൂട്ടി എന്ത് ചെയ്യുന്നു, തന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നു. ശകുന്തളയെ കാണുന്നു. ആ കാണുന്ന നിമിഷം അവളെ കാണുന്ന അവളുടെ രൂപമാണ് പറയുന്നത് മലിനം വസനദ്വയം. ദ്വയം രണ്ട്, ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ രണ്ടും മലിനം. മലിനം എന്ന് വെച്ചാൽ അഴുക്ക് നിറഞ്ഞത്. വ്രതത്താൽ മെലിവേറ്റം. വ്രതത്താൽ എന്ന് വെച്ചാൽ വ്രതം.
വ്രതം നൂറ്റുകൊണ്ട് അവളുടെ ശരീരം തീരെ മെലിഞ്ഞു പോയിരിക്കുന്നു. കുഴൽ കറ്റയൊറ്റയായി പല നാളുകളുണ്ട് കാത്തിടുന്നു കലനാമന്റെ വിയോഗ ദീക്ഷ സ്വാതി. അല്ലെ, അവളുടെ മുടിയാണെങ്കിൽ ആ കറ്റയൊറ്റയായി ഒത്തുചേർന്ന് പിടിച്ച് കെട്ടിവെച്ചിരിക്കുന്നത് പോലെ. പല നാളുകളുണ്ട് കാത്തിടുന്നു കലനാമന്റെ വിയോഗ ദീക്ഷ സ്വാതി. പല നാളുകളുണ്ട് എന്നെ കാത്തു നിൽക്കുന്നു. ഈ കലൻ എന്ന് വെച്ചാൽ ദയയില്ലാത്ത, അല്ലെ, എന്റെ വരവിന് വേണ്ടി അവൾ എന്ത് ചെയ്യുന്നു? അവള് കാത്തു നിൽക്കുകയാണ്. അല്ലെ, ദയയില്ലാത്ത ക്രൂരനായിട്ടുള്ള എനിക്ക് വേണ്ടിയാണ് അവൾ എന്ത് ചെയ്തത്? ഇത്രയും നാള് കാത്തിരുന്നത്. അവളുടെ വസ്ത്രങ്ങൾ എന്ത് ചെയ്യുന്നു? അഴുക്ക് നിറഞ്ഞതാണ്. അങ്ങനെ അവളുടെ ശരീരം എന്ത് ചെയ്തു? വ്രതം നോറ്റ് എന്ത് ചെയ്തിരിക്കുന്നു? മെലിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ആരുടെ അവസ്ഥ? ശകുന്തളയുടെ അവസ്ഥ. ശകുന്തള പശ്ചാത്താപം കൊണ്ട് വിധം മാറിയ രാജാവിനെ കണ്ടിട്ട് വിചാരം, ഇത് എൻ്റെ ആര്യപുത്രനെ പോലെ ഇരിക്കുന്നില്ലല്ലോ, പിന്നെ ആരാണ് രക്ഷ കെട്ടാതിരിക്കുന്ന എൻ്റെ കുഞ്ഞിനെ തൊട്ട് ദുഷിപ്പിക്കുന്നത്? ഒറ്റനോട്ടത്തിൽ ശകുന്തള കണ്ടപ്പോൾ അത് ദുഷ്യന്തനാണ് തോന്നിയില്ല. കാരണം ഭാര്യ ഉപേക്ഷിച്ച, അല്ലെങ്കിൽ ആ ഭാര്യ അറിഞ്ഞിരുന്നല്ലോ, ആ മുദ്രമോദം കിട്ടിയ ആ ദിവസം മുതൽ രാജാവ് വളരെയധികം വിഷമനാണ്. നേരെ ആഹാരം കഴിക്കുന്നില്ല. അദ്ദേഹവും എന്ത് ചെയ്തു? തീരെ ക്ഷീണിച്ചു പോയിരുന്നു. അല്ലെങ്കിൽ താൻ അവളെ ഉപേക്ഷിച്ചതോടെ അദ്ദേഹം വളരെയധികം പശ്ചാത്താപമാണ് ഇത്രനാൾ എന്ത് ചെയ്ത് കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശരീരം എന്ത് ചെയ്തിരിക്കുന്നു? വളരെയധികം ക്ഷീണിച്ചു. അതുകൊണ്ട് ഒറ്റനോട്ടത്തിൽ ആർക്ക് മനസ്സിലായില്ല? ശകുന്തളയ്ക്ക് മനസ്സിലായി. അതാണ് പറയുന്നത്, ഇത് കണ്ടിട്ട് എൻ്റെ ആര്യപുത്രനെ പോലെ ഇരിക്കുന്നില്ലല്ലോ, പിന്നെ ആരാണ് രക്ഷ കിട്ടാതിരിക്കുന്ന എൻ്റെ കുഞ്ഞിനെ തൊട്ട് ദൂഷിപ്പിക്കുന്നത്? പിന്നെ ആരാണ് എൻ്റെ കുഞ്ഞിനെ തൊടുന്നത് എന്ന് ബാലൻ അമ്മയുടെ അടുത്ത് ചെന്ന്, അമ്മേ, ഇതാരോ വന്ന് എന്നെ മകനെ എന്ന് വിളിക്കുന്നു. രാജാവ്, പ്രിയെ, ഞാൻ പ്രവർത്തിച്ചത് ക്രൂരതയാണെങ്കിലും അത് നിന്റെ പേരിലാകിയാൽ അനുകൂലമായി കലാശിച്ചു. എന്നെ ഇപ്പോൾ നീ ഭർത്താവ് എന്ന് ഓർമ്മിച്ചെന്ന് അറിയണമെന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നിരിക്കുന്നു. അല്ലെ, അതായത് ഞാൻ ഈ ചെയ്ത പ്രവൃത്തിയെല്ലാം ക്രൂരതയാണല്ലേ, ഇനിയെങ്കിലും നീ എന്നെ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. അത് നിന്റെ പേരിൽ അറിയപ്പെടാനാണ് ഞാൻ എന്ത് ചെയ്തത്? ആഗ്രഹിക്കുന്നതെന്ന് രാജാവ് പറയുന്നു. ശകുന്തള വിചാരം, ഹൃദയമേ, ഇനി ആശ്വസിക്കാം. ദൈവം മത്സരം വിട്ട് എന്റെ നേരെ കരുണ ചെയ്തെന്ന് തോന്നുന്നു. ഇത് ആര്യപുത്രൻ തന്നെ. അല്ലെ, ശകുന്തള വാക്കുകൾ പറയുവാണ്, ഹൃദയമേ, ഇനി ആശ്വസിക്കാം. ദൈവം എന്നോട് എന്ത് ചെയ്തു? മത്സരം വിട്ട് ഇപ്പോൾ എന്നോട് ദയ കാണിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് എന്റെ ഭർത്താവിനെ തിരികെ കിട്ടിയത്. ശകുന്തളയ്ക്ക് യാതൊരു വിധത്തിലുള്ള ദേഷ്യവുമില്ല ദുഷ്യന്തനോട്. രാജാവ്, പ്രിയേ, മോഹമകന്നു തെളിഞ്ഞേൻ മോഹനതനു വന്നു നീയുമെന്നരികിൽ. രാഹുവിനെ വിട്ടു ചന്ദ്രൻ രോഹിണിയോടൊത്തു ചേർന്നു ഭാഗ്യവശാൽ. ആ ഒരു അവസ്ഥ, അതായത് താൻ ശകുന്തളയുമായി ഇപ്പോ വീണ്ടും ഒരുമിച്ച് ആ ഒരു അവസ്ഥയെ ഇവിടെ ദുഷ്യന്തൻ താരതമ്യം ചെയ്യുന്ന പ്രകാരമാണ്. മോഹം അകന്നു തെളിഞ്ഞേൻ മോഹതനു വന്നു നീയുമെന്നരികിൽ. അതായത് ഇത്രയും നാളെന്റെ ജീവിതത്തിൽ അന്ധകാരമായിരുന്നു, ആ അന്ധകാരം മാറി ഇപ്പോൾ അവിടെ എന്തിരിക്കുന്നു? പ്രകാശം വന്നിരിക്കുന്നു. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുവിനെ വിട്ടു ചന്ദ്രൻ രോഹിണിയോടൊത്ത് ചേർന്ന് ഭാഗ്യവശാൽ. അതായത് ചന്ദ്രൻ ഉണ്ടാകുന്ന ഓരോ ക്ഷയങ്ങൾ, അതായത് ഓരോ ദിവസവും ചന്ദ്രന്റെ കറുപ്പ് വർദ്ധിച്ച് എന്ത് ചെയ്യുന്നു? പൂർണ്ണമായും ചന്ദ്രനെ വിഴുങ്ങുന്നുണ്ട്. അതാണ് ഈ വിഴുങ്ങുന്നത് രാഹു എന്നാണ് വിശ്വാസം. രാഹു എന്ത് ചെയ്യുന്നുണ്ട്? ചന്ദ്രനെ വിഴുങ്ങുമ്പോഴാണ് ചന്ദ്രൻ എന്ത് ചെയ്യുന്നത്? വലിപ്പം കുറഞ്ഞ് അവസാനം രാഹുവിൽ നിന്നും പുറത്തേക്ക് വരുമ്പോഴാണ് ചന്ദ്രൻ പൂർണ്ണചന്ദ്രനായി കാണപ്പെടുന്നത്. അല്ലേ, അതാണ് കവി ഇവിടെ ആ ഒരു അവസ്ഥ പറയുന്നത്. അതായത് രാഹുവിനെ വിട്ട് ചന്ദ്രൻ തന്റെ ഭാര്യയായ രോഹിണിയോട് എത്തുന്നത് പോലെ ഇത്രയും നാള് നിന്നെ ഓർത്തിരിക്കുകയായിരുന്നു ഞാൻ, ഇപ്പോൾ എന്ത് ചെയ്തു? നിന്നെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഓക്കെ. ശകുന്തള ആര്യപുത്രന്റെ വിജയം തൊണ്ടയിടറി പാതിയിൽ നിർത്തുന്നു. രാജാവ്, ഇന്നീ ജയപ്രാർത്ഥന ഗദ്ഗതത്താൽ മന്ദിക്കിലും ഹന്ത ഫലിച്ചതെന്നിൽ താമ്പൂലരാഗം കലരാതെ നിന്റെ ബിംബാതര സുന്ദരി കാണുകയാലേ. ആര്യപുത്രന് വിജയമെന്ന് ശകുന്തള പറഞ്ഞെങ്കിലും അവളുടെ തൊണ്ട എന്ത് ചെയ്യുന്നുണ്ട്? സങ്കടം കൊണ്ടോ സന്തോഷം കൊണ്ടോ എന്ത് ചെയ്തു? അത് ഇടറി. അപ്പോൾ രാജാവ് പറയാണ്, ഇന്നീ ജയ പ്രാർത്ഥന, ഇന്ന് എനിക്ക് നീ ജയം വിളിച്ച ഈ ഒരു പ്രാർത്ഥന ഗദ്ഗതത്താൽ, നിന്റെ തൊണ്ട ഇടറിയത് കൊണ്ട് അതൊക്കെ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. വലിച്ചതെന്നിൽ താമ്പൂലനാഗം കലരാതെ നിന്റെ ബിംബാതര സുന്ദരി കാണുകയല്ലേ. നിന്റെ ആ അധരം അതെങ്ങനെയാ? താമ്പൂലനാഗം, ഛായങ്ങളില്ലാതെ, വർണ്ണങ്ങളില്ലാതെ, നിറങ്ങളില്ലാതെ, നിന്റെ ആ പ്രകൃതിയാൽ തന്നെയുള്ള നിന്റെ ആ ചുണ്ടുകളിൽ കൂടി എനിക്കത് കേൾക്കാൻ കഴിഞ്ഞത്, ആ കാണാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യമായിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ? അതാണ് താമ്പൂലരാഗം കലരാതെ നിന്റെ ബിംബാതര സുന്ദരി കാണുകയാലേ. യാതൊരു വിധത്തിലുള്ള ഛായങ്ങളും തേക്കാത്ത, അല്ലെങ്കിൽ മുറുക്കുമ്പോൾ ഉണ്ടാകുന്ന ചോപ്പ് അതൊന്നുമില്ലാതുള്ള നിന്റെ മനോഹരമായ ചുണ്ടുകളിൽ എനിക്കിത് കാണാൻ കഴിഞ്ഞത് തന്നെ എന്ത് ചെയ്യുന്നു? അത് ഞാൻ ഭാഗ്യമായിട്ട് കാണുന്നു. ബാലൻ, അമ്മേ, ഇത് ആരാണ്? ശകുന്തള, കുഞ്ഞെ, നിന്റെ ഭാഗ്യത്തോട് ചോദിക്കും. അപ്പൊ ബാലൻ ചോദിക്കുന്നു, അമ്മേ, ഇത് ആരാണ്? ശകുന്തള പറയുന്നുണ്ട്, ഇത് നിന്റെ ഭാഗ്യമാണ്, ആ ഭാഗ്യത്തോട് തന്നെ ചോദിക്കൂ, ആരാണോ? രാജാവ് ശകുന്തളയുടെ കാൽക്കൽ വീണിട്ട്, തെല്ലും ഞാൻ തള്ളി എന്നുള്ളൊരു പരിഭവം ഉൾക്കൊള്ളാലോ വല്ലഭേ നീ.
വല്ലതിനുള്ള മന്നാളൊരു മലിനതയെ ഏറ്റേറെ മന്ദിച്ചിരുന്നു. കല്യാണം കൈവരുമ്പോൾ കലുഷമതികളിൽ ഇമ്മട്ടിലും ചേഷ്ടകാട്ടും. മാല്യം മൂർധാവിലിട്ടാൽ തല കുഴയുമുടൻ പാമ്പിതം നോതി അന്ധൻ. രാജാവിന്റെ അവസ്ഥ പറയാണ്. അനുമ്പ് അദ്ദേഹമുള്ള കാൽക്കൽ വീണ് മാപ്പ് പറയുന്നുണ്ട്. തെല്ലും ഞാൻ തള്ളിയെന്നുള്ളൊരു പരിഭവം ഉൾക്കൊള്ളാലോ വല്ലഭേ നീ. നിനക്ക് വേണമെങ്കിൽ പരിഭവിക്കാം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, നിന്നെ ഉപേക്ഷിച്ചതാണ്, പക്ഷെ അത് നീ എന്ത് ചെയ്യുന്നില്ല, എന്നോട് കാണിച്ചില്ല. വന്നപ്പോൾ സ്നേഹത്തോടു കൂടിയാണ് ഭർത്താവ് എന്ത് ചെയ്ത് സ്വീകരിച്ചത്, അല്ലെങ്കിൽ അന്ന് അപമാനിച്ചു വിട്ടതാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, 2 വഴക്കെങ്കിലും പറയാം. അതുപോലും പറയാതെ ശകുന്തളയെ അത് അല്ലെങ്കിൽ തന്റെ ഒരു ദോഷമായി കണ്ടുകൊണ്ട് തന്റെ ഭർത്താവിനെ യാതൊരു വിധത്തിലും അവൾ എന്ത് ചെയ്യുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല. അതാണ് പറയുന്നത്, വേണമെങ്കിൽ നിനക്ക് എന്നെ എന്ത് ചെയ്യാം, പരിഭവിക്കാം, പക്ഷെ നീ എന്ത് ചെയ്യുന്നില്ല, പരിഭവിക്കുന്നില്ല. വല്ലതിനുള്ള മന്നാളൊരു മലിനതയെ, അന്നെന്റെ ഉള്ളിൽ, എന്ന് വെച്ചാൽ അന്ന് ഉപേക്ഷിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിന്നെ എനിക്ക് മനസ്സിലാവാതിരുന്ന സമയത്ത് എന്നിനുള്ളിൽ മലിനമായിരുന്നു, എന്റെ നിറത്തെ എന്റെ മനസ്സിനുള്ളിൽ നിറയെ അഴുക്കായിരുന്നു. കല്യാണം കൈവരുമ്പോൾ, ചിലപ്പോൾ അങ്ങനെയാണ്, കല്യാണം വെച്ചാൽ നല്ല കാലം വരുമ്പോൾ ചിലപ്പോൾ ഈ അന്ധകാരം നിറഞ്ഞ, അതായത് ദുഷ്യന്തന്റെ ആ പോയ കാലമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ശാപനിമിത്തം ആ സദസ്സിൽ വെച്ച് ശകുന്തളയെ അപമാനിക്കുന്നില്ലേ, ആ ഒരു സന്ദർഭമാണ് അദ്ദേഹം ഓർക്കുന്നത്. കല്യാണം കൈവരുമ്പോൾ കലുഷമതികളിൽ ഇമ്മട്ടിലും ചേഷ്ടകാട്ടും. കലുഷമതികൾ എന്ന് വെച്ചാൽ കലുഷമായിട്ടുള്ള സ്വഭാവം, അതായത് അന്ധകാരം നിറഞ്ഞ, അതായത് ചിലപ്പോൾ നല്ല കാലം വരുമ്പോഴും മനസ്സിൽ അന്ധകാരമാണെങ്കിൽ ചിലർ എന്ത് ചെയ്യും, അത്തരത്തിലുള്ള പ്രവൃത്തി കാണും. എങ്ങനെയെന്ന് വെച്ചാൽ മാല്യം മൂർധാവിലിട്ടാൽ തല കുടയുമുടൻ പാമ്പിതം നോതി അന്ധൻ. അന്ധന്റെ കഴുത്തിൽ പൂമാല ഇട്ട് കൊടുത്താലും ചിലപ്പോൾ അവൻ എന്ത് ചെയ്യും, പാമ്പെന്ന് കരുതി എന്ത് ചെയ്യും, കുടഞ്ഞെറിയുന്നത് പോലെ അന്നും എന്റെ കണ്ണിൽ തിമിരം, അല്ലെങ്കിൽ എന്നിൽ അന്ധത ബാധിച്ചിരുന്നതുകൊണ്ടാണ് നിന്നെ അന്ന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയാത്തത്, മനസ്സിലാകാതെ പോകുന്നത്. എനിക്ക് മാപ്പ് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ കാലത്തിൽ വീഴുക, ദുഷ്യന്തൻ ശകുന്തളയുടെ കാലിൽ വീഴുക. ശകുന്തള കരഞ്ഞുകൊണ്ട്, എണീക്കണം ആര്യപുത്രൻ, എന്റെ മുൻജന്മ പാപം ഇന്ന് ഫലോന്മുഖമായിരുന്നിരിക്കണം. അതാണ് ദയാലുവായ ആര്യപുത്രൻ അന്ന് എന്നോട് അങ്ങനെ പ്രവർത്തിച്ചത്. രാജാവ് എഴുന്നേൽക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഈ ദുഃഖത്തിന് പാത്രമായ എന്റെ ഓർമ്മ വന്നത്? രാജാവ് വിഷാദശല്യം ഉള്ളിൽ നിന്ന് നീക്കി കളഞ്ഞിട്ട് പറയാം. പക്ഷെ അതിൽ പറയുന്നുണ്ട്, ഒരുപക്ഷെ അത് എന്റെ കുറ്റം തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ എന്റെ മുൻജന്മ പാപം തന്നെ ആയിരിക്കണം അങ്ങനെ മറന്നുപോകാൻ കാരണം. അതിന്ന് എന്തായാലും അവസാനിച്ചിരിക്കുന്നു. ദയാലുവായ ആര്യപുത്രൻ അന്ന് എന്നോട് അങ്ങനെ പ്രവർത്തിച്ചത് പിന്നെ എങ്ങനെയാണ് ഈ ദുഃഖത്തിന് പാത്രമായ എന്റെ ഓർമ്മ വന്നത്? അത് അങ്ങയുടെ കുറ്റമല്ല, എന്റെ മുൻജന്മ പാപം കൊണ്ട് തന്നെയാണ് എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നീട് ഇപ്പോൾ അങ്ങേക്ക് എങ്ങനെയാണ് ഓർമ്മ വന്നതെന്ന് ശകുന്തള ചോദിക്കുന്നു. രാജാവ് ആദ്യം എന്റെ വിഷമമൊക്കെ മാറട്ടെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഞാനത് പറയാമെന്ന് പറഞ്ഞു. സമൂഹത്താൽ അവശനത് നാളേത് ഞാൻ തുള്ളിയായി ബിംബോഷ്ടത്തിൽ പരിചെടു പതിക്കുന്നതും പാർത്തു നിന്നേൻ. ഇന്നാ കണ്ണീർ ചുളിവഴും ഇമയ്ക്കുള്ളിൽ നിന്നേ തുടച്ചിട്ട് അന്തസ്താപം സുമുഖി ഇതേ ചെറ്റു ഞാൻ ആറ്റിടട്ടെ. ഒന്നുകൂടി, സമൂഹത്താൽ അവശനേത് നാളിൽ ഞാൻ തുള്ളിയായി ബിംബോഷ്ടത്തിൽ പരിചെടു പതിക്കുന്നതും. അന്നെന്റെ മനസ്സിൽ നിറയെ തിമിരവും അന്തവും അതൊക്കെ എന്നെ അഹങ്കാരമൊക്കെ ബാധിച്ചിരുന്നത് കൊണ്ട് തന്നെ അന്ന് ആ രാജ്യസദസ്സിൽ വെച്ച് നിന്നെ അപമാനിച്ചപ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് ഉതിർന്ന കണ്ണുനീര് ഞാൻ എന്ത് ചെയ്തില്ല, നോക്കി നിൽക്കുകയാണ്, തുളച്ചില്ല, ഞാനത് നോക്കി നിൽക്കുക ചെയ്തത്. കാരണം അന്ന് എനിക്ക് നിന്നെ അറിയില്ലായിരുന്നു. ഇന്ന് ആ കണ്ണീർ ചുളിവഴും ഇമയ്ക്കുള്ളിൽ നിന്നേ. പക്ഷെ ഇന്ന് എന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിന്റെ കണ്ണിൽ നിന്നും നിന്റെ കൺപോളകളിൽ നിന്നും ആ കണ്ണുനീർ ഇറ്റു വീഴുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യട്ടെ, അത് തുടച്ചിടട്ടെ എന്ന് രാജാവ് ചോദിക്കുന്നു. അപ്പൊ 2 സന്ദർഭങ്ങൾ ഓർക്കുക. ഒന്നാം സന്ദർഭം പറയുന്നത്, അന്ന് രാജകൊട്ടാരത്തിൽ വെച്ച് എനിക്ക് നിന്നെ ഓർമ്മയില്ലാത്ത സമയത്ത് നീ എന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു വന്നപ്പോൾ നിന്നെ ഞാൻ അപമാനിച്ചു. അന്ന് നിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നത് ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് എന്ത് ചെയ്യാ ചെയ്യുന്നത്, ഇന്ന് നിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യട്ടെ, അത് തുടയ്ക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആ പറഞ്ഞ പ്രകാരം അത് ചെയ്യുക. ശകുന്തള മോതിരം നോക്കിയിട്ട്, ആര്യപുത്ര ഇതാ മോതിരമല്ലേ? രാജാവ്, അതെ, ഈ മോതിരം കണ്ടിട്ടാണല്ലോ എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ നേരത്തെ ചോദിച്ചു, എന്താ എങ്ങനെ എന്നെ ഓർമ്മ വന്നത്? അപ്പൊ ആ മോതിരം അപ്പോൾ രാജാവിന്റെ കയ്യിൽ കണ്ടപ്പോൾ ശകുന്തളയ്ക്ക് മനസ്സിലായി, അങ്ങനെയാണ് അദ്ദേഹത്തിന് എന്നെ ഓർമ്മ വന്നത്. ശകുന്തള, ഇത് വൈഷമ്യക്കാരനാണ് അന്ന് ആര്യപുത്രനെ ഓർമ്മിപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കിട്ടാതെ പോയല്ലോ. അപ്പൊ ശകുന്തള പറയാണ്, ഈ മോതിരം, ഇത് വൈഷമ്യം വെച്ചാൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അന്ന് ആവശ്യ സമയത്ത് എന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് പോയപ്പോൾ എന്ത് ചെയ്തിട്ടില്ല, അതെനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ആര് പറയുന്നുണ്ട്, ശകുന്തള പറയുന്നുണ്ട്. രാജാവ്, എന്നാൽ വള്ളി ഹൃദയോഗത്തിന് ചിഹ്നമായ പുഷ്പത്തെ ധരിക്കട്ടെ. ആ പോയിന്റ് ഓർത്തു വെച്ചോണം, സ്ഥിരമായ പരീക്ഷ ചോദിക്കുന്നതാണ്. എന്നാൽ വള്ളി ഹൃദയോഗത്തിന് ചിഹ്നമായ പുഷ്പത്തെ ധരിക്കട്ടെ. വള്ളി എന്ന് വെച്ചാൽ വള്ളിച്ചെടികളില് പൂക്കളുണ്ട്. വസന്തകാലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് അതിന് കൂടുതൽ ഭംഗി നൽകുന്നത്, അല്ലെ? അതായത് വള്ളിച്ചെടിയുടെ അടയാളമായിട്ട്, ഭംഗിയുടെ അടയാളമായിട്ട് എന്തിനെ കാണാം, പൂവിനെ കാണാം. അതുപോലെ നിന്റെ ഭാഗ്യത്തിന്റെ അടയാളമായിട്ട് ഇതെന്ത് ചെയ്യുക, ഇത് നിന്റെ കൈകളിൽ അണിയുക. അതാണ് രാജാവ് പറഞ്ഞത്.
ശകുന്തള, എനിക്കിതിനെ വിശ്വാസമില്ല, ഇത് ആര്യപുത്രൻ തന്നെ ധരിച്ചാൽ മതി. ശകുന്തള പറഞ്ഞു, എനിക്ക് ഈ മുദ്രമോതിരം വേണ്ട, കാരണം ആവശ്യമയത്ത് എന്ത് ചെയ്യുന്നില്ല, ഉപകരിച്ചില്ല, ഇപ്പോൾ എനിക്ക് അതിനോട് പ്രതിപത്തിയും ഇല്ല, അത് അങ്ങ് തന്നെ വെച്ചിരുന്നാൽ മതി. മാതലി പ്രവേശിച്ച് ഭാഗ്യവശാൽ മഹാരാജാവിന് ധർമ്മപത്നിയുടെ യോഗവും പുത്രമുഖ ദർശനവും ഉണ്ടായല്ലോ ഞാൻ. മാതലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദേവലോകത്ത് യുദ്ധം കഴിഞ്ഞ ശേഷം മാതലിയോടൊപ്പമാണ് ആരുടെ വരുന്നത്, ദുഷ്യന്തൻ ഇവിടെ കാശിവാസനത്തിലേക്ക് വരുന്നത്. തന്റെ കൂടെ വന്ന കൂട്ടുകാരനായിരുന്നു പറയുന്നത് മാതിലി എന്ന് പറയുന്നത്. ഭാഗ്യവശാൽ മഹാരാജാവിനും ധർമ്മപത്നിയുടെ യോഗവും പുത്രമുഖ ദർശനവും ഉണ്ടായല്ലോ ഞാൻ അഭിനന്ദിക്കുന്നു. രാജാവ്, സ്നേഹിതൻ മുഖാന്തരം ലഭിക്കാൻ ഈ മനോരഥ ഫലത്തിന് രുചി അധികം തോന്നുന്നുണ്ട്. മാതിലി, ദേവേന്ദ്ര ഭഗവാൻ ഈ സംഗതി അറിയാതിരിക്കുമോ? അല്ലെങ്കിൽ എന്താണ് ഈശ്വരന്മാർക്ക് അപ്രത്യക്ഷമായിട്ടുള്ളത്? രാജാവ് പറയുന്നുണ്ട്, നീ എൻ്റെ അരികിലുള്ളൂ, ഈ ഒരു സംഭവം നടക്കുമ്പോൾ നീ എൻ്റെ അടുത്തുള്ളത് അതെനിക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, സന്തോഷം ഉളവാക്കുന്നു, അല്ലെങ്കിൽ സ്നേഹം ഉളവാക്കുന്നുണ്ട്. ഇനി അടുത്ത സംശയം അതിലൂടെ ചോദിക്കുകയാണ്, ഇതൊക്കെ ദേവേന്ദ്ര ഭഗവാൻ, ദേവന്മാരുടെ ദേവനായ ഇന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ അറിയുന്നുണ്ടാവോ? എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അത് അറിയാതിരിക്കില്ല, കാരണം ദൈവത്തിന് അറിയാത്ത ഈ ലോകത്ത് എന്താണുള്ളത്. മാതിരി പുഞ്ചിരിയോടെ, ശരിയാണ് മഹാരാജാവ് വരണം, കാശ്യപ ഭഗവാൻ അങ്ങേക്ക് ദർശനം തരാൻ കാത്തിരിക്കുന്നു. അപ്പൊ മാതിരി പറയുന്നുണ്ട്, ഇപ്പൊ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഭംഗിയായിട്ട് തന്നെ അവസാനിച്ചു, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കാശ്യപാശ്രമത്തിൽ കാശ്യപ മുനിയെ അടുത്തേക്ക് പോകാം, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. ഇതെല്ലാം കാണുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യും, സന്തോഷമാവും, നമുക്ക് അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി പോവാം. രാജാവ്, ശകുന്തളയെ കുഞ്ഞിനെ എടുത്തുകൊള്ളൂ, നിന്നെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഭഗവാനെ ദർശിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. രാജാവ് പറയുന്നുണ്ട്, ശകുന്തള നീയും കുഞ്ഞിനെടുക്കുക, നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, കാശ്യപനെ അല്ലെങ്കിൽ മാരീചനെ പോയി കാണാമെന്ന് പറയുന്നു. ശകുന്തള, ആര്യപുത്രനോട് കൂടി ഗുരു സമീപത്തിൽ പോകുന്നതിന് എനിക്ക് ലജ്ജയുണ്ട്. അപ്പോൾ ശകുന്തള പറയുന്നുണ്ട്, എനിക്കതിന് എന്തുണ്ട്, ചെറിയൊരു നാണക്കേടുണ്ട്. രാജാവ്, അഭ്യുതകാലങ്ങളിൽ ഇങ്ങനെ വേണം ചെയ്യാൻ വരൂ. അതായത് നല്ല കാലം ഉണ്ടാകുമ്പോൾ നമ്മൾ വിനയം എന്ത് ചെയ്യരുത്, കൈവിടരുത്, അത് ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കാൻ, നീ എൻ്റെ കൂടെ വരൂ. അനന്തരം ഇരിക്കുന്ന ഭാവത്തിൽ മാരീചനും അതിഥിയും പ്രവേശിക്കുന്നു. അങ്ങനെ ഭാര്യയും മക്കളും, അല്ലെങ്കിൽ ഭാര്യയോടൊപ്പവും മകനോടൊപ്പവും അങ്ങനെ മാതിലിയോടൊപ്പവും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കാശ്യപനെ കാണാൻ വേണ്ടി പോവുക. അവിടെ മാരീചൻ തന്നെയാണ് കാശ്യപനും മാരീചനും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള അതിഥിയും ഇരിപ്പുണ്ട്. അതായത് കാശ്യപനും ഭാര്യയായ അതിഥിയും അവിടെ എന്ത് ചെയ്യുന്നുണ്ടിരിക്കുന്നു. മാരീചൻ, അതായത് ഇവർ വരുന്ന കണ്ടിട്ട് മാരീചൻ പറയുകയാണ്, രാജാവ് വരുന്നത് നോക്കിയിട്ട് ദാക്ഷായണി എന്ന് വെച്ചാൽ താഴെ കൊടുത്തിട്ടുണ്ട്, ദക്ഷപുത്രിയായ അതിഥി, ദക്ഷന്റെ പുത്രി അതുകൊണ്ടാണ് ദാക്ഷായണി എന്ന് വിളിക്കുന്നത്. ആരുടെ ഭാര്യ, മാരീചന്റെ ഭാര്യ. ദാക്ഷായണി, ഭവതിയുടെ പുത്രനെന്നുമേ പോരിനു മുമ്പൻ ഭുവനഭരണകർത്ത ഹന്ത ദുഷ്യന്തനിയാൽ, ഇവനുടെ കുലവില്ലാൽ അസ്ത്രാരം നടന്നിട്ട് അവന് കൊടിയ വജ്രം ഭൂഷണപ്രായമായി. ഭവതിയുടെ പുത്രൻ എന്നുമേ പോരിനു മുമ്പൻ, അങ്ങയുടെ, ഭവതി എന്ന് വെച്ചാൽ എന്റെ മുമ്പിലിരിക്കുന്ന ഭാര്യയെ നിങ്ങൾ, ഭവതിയുടെ പുത്രൻ എന്നുമേ പോരിനു മുമ്പൻ, അങ്ങയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ അവനെന്നും പോരിനു മുമ്പനാണ്. മകനാരാണ്, ഇന്ദ്രനാണ്. അങ്ങയുടെ താങ്കളുടെ ഭവതിയുടെ മകൻ എപ്പോഴും പോരിന് എന്താണ്, മുമ്പിലാണ്. ഭുവനഭരണഹർത്ത ഹന്ത ദുഷ്യന്തനിയാൽ, ഈ വരുന്ന ആളാന്ന് വെച്ചാൽ അവൻ ഭൂമി ഭരിക്കുന്ന മനോഹരം അല്ലെങ്കിൽ മികച്ചൊരു രാജാവാണ്, അവന്റെ പേര് ദുഷ്യന്തനാണ്. ഇവനുടെ വില്ലാൽ അസ്ത്രകാര്യം നടന്നിട്ട് അവന് കൊടിയ വജ്രം ഭൂഷണപ്രായമായി. അതായത് ദേവേന്ദ്രന്റെ അച്ഛനും അമ്മയാണ് ഇരിക്കുന്നത്. ആ അമ്മയോട് മാരീചൻ പറയുകയാണ്, അങ്ങയുടെ പുത്രൻ, ഭവതിയുടെ പുത്രൻ എന്ന് പറയുന്നത് അവൻ യുദ്ധത്തിൽ വളരെ മുമ്പിലാണ്. ഈ വരുന്ന വ്യക്തിയുണ്ടല്ലോ, ഇവനാണ് ദുഷ്യന്തൻ. ഇവൻ ഭൂമി ഭരിക്കാൻ വളരെയധികം യോജിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇവന്റെ കുലവില്ലാലാസ്ത്രം, ഇവന്റെ കുലവും ഇവന്റെ ആയുധകലയിലുള്ള ആ പ്രാവീണ്യം കൊണ്ട് നമ്മുടെ മകനായിട്ടുള്ള ദേവേന്ദ്രൻ എന്ത് സംഭവിച്ചു, അവന് തന്റെ വജ്രായുധം യുദ്ധത്തിൽ പ്രയോഗിക്കേണ്ടി വന്നില്ല. കാരണം യുദ്ധത്തിൽ ആര് സഹായിച്ചിട്ടുണ്ട് നല്ലവണ്ണം, നമ്മുടെ ദുഷ്യന്തൻ സഹായിച്ചത് കൊണ്ട് അവന്റെ വജ്രായുധം എടുക്കേണ്ടി വന്നില്ല. ദേവേന്ദ്രനെ കുറിച്ചാണ് പറയുന്നത്, ദേവേന്ദ്രന്റെ മാതാപിതാക്കളാ. അതുകൊണ്ട് പറയാ, ഭവതിയുടെ പുത്രൻ, അങ്ങനെ അവരുടെ പുത്രൻ, നിങ്ങളുടെ പുത്രനായ ഇന്ദ്രൻ എന്ത് തന്നെയാണ്, വളരെയധികം പോരിന് മുമ്പിൽ തന്നെയാണ്. ഇനി ഭൂമി ഭരിക്കുന്നതിൽ മികച്ചവനാണ് ഈ ദുഷ്യന്തൻ. ഇവനുടെ അസ്ത്രത്തിനുള്ള വൈവിധ്യം കൊണ്ട് നമ്മളുടെ പുത്രനായ ദേവേന്ദ്രൻ എന്ത് വന്നിട്ടില്ല, എന്ത് വന്നിട്ടില്ല, അവന്റെ വജ്രായുധം എടുക്കേണ്ടി വന്നിട്ടില്ല. അതാണ് അതിന്റെ ആശയം. അതായത് ഇത്രയുള്ള അതിന്റെ ചുരുക്കി പറയുകയാണെങ്കിൽ, മാരീചന്റെയും അതിഥിയുടെയും പുത്രനായിട്ടുള്ള ദേവേന്ദ്രനെ യുദ്ധത്തിൽ സഹായിച്ചിട്ട് അനുഗ്രഹം വാങ്ങിയാണ് ആര് വന്നത്, നമ്മുടെ ദുഷ്യന്തൻ ഈ ആശ്രമത്തിലേക്ക് വരുന്നു. അതിഥി, ആകൃതി കൊണ്ട് തന്നെ ഇദ്ദേഹം മഹാനുഭാവനാണെന്നറിയാം. അപ്പോൾ അതിഥി പറഞ്ഞു, അത് കാണുമ്പോൾ തന്നെ അറിയാം, ദുഷ്യന്തനെ കണ്ടാൽ തന്നെ അറിയാം, അവൻ ഒരു മികച്ച മനുഷ്യനാണ്, അല്ലെങ്കിൽ മികച്ചൊരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാതലി, ഇതാ
അതിലെ അതിഥിയാണ് നേരത്തെ പറയുന്നത്. മാധുരി പറയുന്നുണ്ട്, ഇതാ ദേവകളുടെ മാതാപിതാക്കൾ പുത്ര സ്നേഹത്തോടുകൂടി മഹാരാജാവിനെ നോക്കുന്നു, അടുത്ത് ചെല്ലാം. അപ്പൊ ദൂരത്തെ കാണുകയാണ്. മാധുരി പറയുന്നുണ്ട്, അങ്ങേ എന്ത് ചെയ്യുന്നുണ്ട്, അവര് പുത്രന് സമാനമായിട്ട് കാണുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ അടുത്തേക്ക് ചെല്ലാം. രാജാവ് മാധുരി 12 പിരിനീടിന പെരിയ മഹാസഞ്ചയത്തിൻ നിദാനം മന്ത്രാട്യം ഭവ്യമേൽക്കുന്ന ഒരു ജഗതധിപൻ തൻ മാതാപിതാക്കൾ ബ്രഹ്മാവിൻ പൂർവനാമ പരപുരുഷനും ജന്മദാതാക്കളാകും ശ്രീ മാരീച ദാക്ഷായണികൾ ഇവർ വിധിക്കുന്നു വിട്ടുള്ള പുത്രം. അതായത് 12 പിരിഞ്ഞീടിന പെരിയ മഹാസഞ്ചയത്തിൻ നിദാനം. സൂര്യൻ ഓരോ മാസവും ഓരോ രൂപത്തിൽ കാണപ്പെടുന്നുണ്ട്. അങ്ങനെ 12 മാസവും 12 രൂപത്തിലാണ് സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്, കാണപ്പെടുന്നത്. ഈ 12 പിരിഞ്ഞീടിന പെരിയ മഹാസഞ്ചയത്തിൻ നിദാനം, ഇവരെല്ലാം ഉൾച്ചേരുന്ന, ഇതിന്റെ എല്ലാത്തിന്റെയും പ്രൗഢി ഉൾച്ചേരുന്ന വ്യക്തികളാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. 12 പിരിഞ്ഞീടിന പെരിയ മഹാസഞ്ചയത്തിൻ നിദാനം, ഇതിനെല്ലാം അടിസ്ഥാനം. മന്ത്രാട്യം ഹവ്യമേൽക്കുന്ന ഒരു ജതിപതിവൻ എന്ന് വെച്ചാൽ മന്ത്രാട്യം, മന്ത്രങ്ങളുടെ അവസാനം ഹവിസ്, ഹവ്യമേൽക്കുന്ന, എല്ലാ യാഗങ്ങളുടെയും ഹവിസ് ഏൽക്കുന്ന ആരാണ്, ജഗതധിപൻ. ജഗതധിപൻ ദേവേന്ദ്രൻ, അവരുടെ ദേവേന്ദ്രന്റെ മാതാവും പിതാവുമാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പോ 12 പിരിയുന്ന പെരിയ മഹാസഞ്ചയത്തിന്റെ നിദാനവുമാണ്. അതെന്നൊക്കെ മന്ത്രാട്യം ഏൽക്കുന്ന, മന്ത്രാട്യമാകുന്ന ഹവിസ്, അതായത് മന്ത്രത്തിന്റെ അവസാനങ്ങൾ ഏൽക്കുന്ന, ഹവിസ് ഏൽക്കുന്ന ജഗതധിപൻ, ഇന്ദ്രന്റെ മാതാവും പിതാവുമാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. ബ്രഹ്മാവിൻ പൂർവനാമ പരപുരുഷനും, അതായത് ബ്രഹ്മാവിന്റെ പരപുരുഷൻ എന്ന് പറയുന്ന ആരാണ്, മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിന്റെ പൊക്കിളിൽ നിന്നാണ് ആര് ജനിക്കുന്നത്, ബ്രഹ്മാവ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ബ്രഹ്മാവിന്റെ പൂർവനാമ പുരുഷനായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ ജന്മദാതാക്കളായിട്ടുള്ള ശ്രീ മാരീച ദാക്ഷായണികളാണ് ഇവ. അത്രയും നമ്മളെ പ്രാർത്ഥിക്കേണ്ട വ്യക്തികളാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ മാരീചനും ദാക്ഷായണിയും വിധിക്കുന്നു വിട്ടുള്ള പുത്രം. അപ്പൊ ഈ വരികള് രാജാവ് ഇവരെ പുകഴ്ത്തുന്നതാണ്, പറയുകയാണ് 12 പിരിയുന്ന മഹാസഞ്ചയത്തിനും നിദാനവും അതിനൊക്കെ എല്ലാ ഹവിസുകളും ഏൽക്കുന്ന ദേവേന്ദ്രന്റെ മാതാപിതാവും അതിനൊക്കെ ബ്രഹ്മാവിന്റെ പൂർവനാമ പരപുരുഷന്റെ ജന്മദാതാക്കളാണ് ഈ മാരീചനും ദാക്ഷായണിയും. ഇത്രയാണ് അവരെ രാജാവ് മാതിരിയോട് പറയുകയാണ് അവരെ കുറിച്ച്. മാതിരി അങ്ങനെ തന്നെ രാജാവ് അടുത്ത് നിന്നിട്ട് ഇന്ദ്രഭഗവാന്റെ ആജ്ഞാകാരനായ ദുഷ്യന്തൻ രണ്ടുപേരെയും നമസ്കരിക്കുന്നു. മാരീചൻ, ഉണ്ണി വളരെ കാലം രാജ്യം വാഴുക. അതിഥി, അപ്രതിരിതനായി ഭവിക്കുക. ശകുന്തളയും പുത്രനും ഇതാ നിങ്ങളുടെ പാദമന്ദനം ചെയ്യുന്നു. അതായത് എല്ലാവരും അവരുടെ അടുത്ത് പോയി എന്ത് ചെയ്യുന്നുണ്ട്, അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. മാരീചൻ പറയുന്നുണ്ട് അവസാനം, വത്സേ പുരന്തര സമൻ കാന്തൻ ജയന്ത സദൃശൻ സുധൻ ചൊല്ലാം ആശിസു മറ്റെന്ത് പൗലോമ തുല്യാക നീ. ആരോടാ പറയുന്നത്, ശകുന്തളയോടാ പറയുന്നത്. പുരന്ദ സമൻ കാന്തൻ, കാന്തൻ പുരന്തര സമനാണ്. പുരന്തരം എന്ന് വെച്ചാൽ ഇന്ദ്രൻ, ഇന്ദ്രന് സമനാണ് നിന്റെ കാന്തൻ ഭർത്താവ്. ജയന്ത സദൃശൻ സുധൻ മകൻ, നിന്റെ മകനാണെങ്കിൽ ദേവേന്ദ്രന്റെ മകനായ ജയന്തനെ പോലെയാണ്. ചൊല്ലാം ആശിസും മറ്റെന്താണ് ഞാൻ നിന്നോട് പറയേണ്ടത്, ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് നിന്നെ അനുഗ്രഹിക്കേണ്ടത്. പൗലോമ്യ തുല്യയാക നീ, ദേവേന്ദ്രന്റെ ഭാര്യയായ പൗലോമ്യ പോലെ എന്ത് ചെയ്യുക, നീ മാറുക, അല്ലെങ്കിൽ നീ അവളെ പോലെ തന്നെയാണ് എന്ന് പറയുന്നു. അപ്പൊ തന്റെ മകനായിട്ടുള്ള ദേവേന്ദ്രന് തുല്യമായിട്ട് ആരെ കാണുന്നു, രാജാവ് ഈ വ്യക്തികളെ കാണുന്നു. പറയുന്നു പുരന്തര സമൻ കാന്തൻ, എന്റെ മകനായിട്ടുള്ള അല്ലെങ്കിൽ പുരന്തനായിട്ടുള്ള ആര്, ഇന്ദ്രന് സമനാണ് നിന്റെ ഭർത്താവ്. അതുപോലെ തന്നെ ഇന്ദ്രന്റെ മകനായ ജയന്തനെ പോലെയാണ് നിന്റെ മകനും. അപ്പോൾ മറ്റൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നീ ആര് തന്നെയാണ്, നീ പൗലോമിയാണ്. അതായത് ഇന്ദ്രന്റെ ഭാര്യയായ പൗലോമിയെ പോലെ തന്നെയാണ് നീ എന്ന് പറയുന്നു. അതിഥി, കുഞ്ഞെ ഭർത്താവ് നിന്നെ ആദരിക്കട്ടെ, നിന്റെ പുത്രൻ ദീർഘായുസായിരുന്ന് ഇരുവംശക്കാരെയും ആനന്ദിപ്പിക്കട്ടെ. ഇരിക്കുവിൻ, എല്ലാവരും മാരീചന്റെ ഇരുവശവുമായിട്ട് ഇരിക്കും. അപ്പൊ ഈ നാടകം അവസാനം ശുഭപര്യവസായിയാണ്. അത് ഈ പ്രാചീന നാടകങ്ങളുടെ പ്രത്യേകത തന്നെയാണ്. എല്ലാം എന്ത് ചെയ്യുന്നു, ശുഭത്തിലെ അവസാനിക്കൂ, എല്ലാം മംഗളമായിട്ട് അവസാനിക്കുന്നതിലൂടെ ഈ നാടകം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ അവസാനിക്കണം. അപ്പോൾ നാടകീയമായ മുഹൂർത്തങ്ങളിലൂടെ വന്ന് ശുഭപര്യവസായിയായിട്ടാണ് ഈ നാടകം എന്ത് ചെയ്യുന്നത്, അവസാനം നിൽക്കുന്നത്. ശുഭപര്യവസായിയാണ്. ശുഭപര്യവസായം പിന്നെ അവസാനിക്കുന്നത് പറയണ്ട, ശുഭപര്യവസായിയാണ് ഈ നാടകം. ഓക്കെ, അപ്പോൾ പാഠം കഴിഞ്ഞു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, ഈ ഘട്ടം വരട്ടെ.